ഫിനിഷിംഗ് നോക്ക്, അടിപൊളി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. കോട്ടൺ മാത്രമേ ഉള്ളൂ നൈറ്റിയില് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന റയോൺ ആണെങ്കിൽ ഇത് വാട്ടിക്കൻ സിൽക്ക്, കൈലി, കാവി, കള്ളിമുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. 5XL സൈസ് വരെയുള്ള ടീഷർട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പൊ ട്രെൻഡ് നടക്കുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റില്. 4-way ലൈക്രാന്ന് കേൾക്കുമ്പോ തന്നെ ലെഗിൻസിന് അപ്പൊ തന്നെ ഊഹിച്ചോ, നല്ല ക്വാളിറ്റിയിലാണ്. തലല്ലോ എന്റെ ഒരു ഹായിന്ന് നെക്ക് നോക്കി അടിപൊളി അല്ലേ, വിചിത്രയിലാട്ടാ. ഒന്നുമില്ല, റേറ്റ് കുഴപ്പമില്ല. ബാക്കിൽ പ്രിന്റ് വരുന്നുണ്ട്, കുട്ടികളുടെ കളക്ഷൻ. ഇത് കളറിലല്ലേ, എന്ത് വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി മൊത്തത്തില്. തിരുപ്പൂരില് ഈസ എന്ന് പറയുമ്പോ ഫേമസ് ആണ്, നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. ഇങ്ങനെ ഒരു ഒളിഞ്ഞു കിടക്കുന്ന കട നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. ഇതും കോഡ്സെറ്റ് തന്നെയാണ്, വിത്ത് ലൈനിങ്. ഇത് മറ്റേ കൈത്തരിയാണ്. നല്ല സാധനം, നല്ല വലിയ നൈറ്റി കണ്ടോ, ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ട്. ഇത് ഷോർട്ട് നൈറ്റി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നമ്മുടെ സ്വന്തം തലസ്ഥാനമായ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ഇനി ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പഴവന്നങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. പഴവന്നങ്ങാടി ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഇനി ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പത്മനാഭൻ ക്ഷേത്രത്തിന്റെ ജസ്റ്റ് 2 minutes ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇനി ഒന്നുകൂടി ഈസി ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇവർക്ക് കുറെ ലാൻഡ്മാർക്ക് ഉണ്ട്. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അഭിമാനമാണല്ലോ. അപ്പൊ ഇവിടെ SP ഫോർട്ട് ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ മഹാ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടിന്റെ നടുക്കിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഒളിഞ്ഞു കിടക്കുന്ന കട നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഇപ്പൊ എന്തായാലും അറിഞ്ഞു. കാണുമ്പോ ജസ്റ്റ് ഫ്രണ്ടിൽ കൂടെ കാണുമ്പോ ചെറിയൊരു ഷോപ്പ് അല്ലേ, പക്ഷെ ഇതൊരു 3 floor ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ്. ഷോപ്പിന്റെ പേരറിയോ? ശബരി ടോപ്സ്, അതുപോലെ മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. യെസ്, ഇവര് ഹോൾസെയിലേഴ്സ് ആണ്. അപ്പൊ ലേഡീസിന്റെ എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പൊ ലേഡീസ് മാത്രമല്ല, കിഡ്സിന്റെ ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയോ കുറെ വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും കയറി നോക്കാം നമുക്ക്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ചെറുത്, പക്ഷെ ഉള്ളിൽ പോയാൽ വിശാലമായിട്ടുള്ള ഒരു ഷോറൂം എന്ന് പറയില്ലേ, അതാണ്. കളക്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ? ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഷർട്ട്, അതുപോലെ 3 piece. വരട്ടെ, അടിപൊളിയാണല്ലോ മൊത്തത്തില്. എന്താണ് ഇവിടെ വിശേഷം? സുഖാണോ? എന്താണ് പേര്? മിഥുൻ. ഇവിടെ ഹോൾസെയിൽ കട അതില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ നമ്മുടെ ട്രിവാൻഡ്രം? അത്രേ ഉള്ളൂ. അതിലത്തെ ഒരു കടയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഒന്ന് കാണിക്കാനായിട്ട്. ആരെയാണ്? ഇങ്ങനെ പിടിച്ചാ മതിയാ? ഓക്കെ. എന്താ പേര്? മുത്തുമണി എന്ന് പറയുള്ളൂ ഞങ്ങള്. മുത്തോടെ ആദ്യം കാണിക്കുന്നേക്കാൾ മുന്നേ ഈ ഒരു ഫ്ലോറോ ഇത് കൂടാണ്ട് എത്ര ഫ്ലോർ ഉണ്ട് നമുക്ക്? 3 ഫ്ലോർ ഉണ്ട് മൊത്തത്തില്. എന്തൊക്കെ വെറൈറ്റീസാ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ എന്താ ഐറ്റംസ് ഉള്ളത്? ഇവിടെ കുർത്തീസ് ഉണ്ട്, ലെഗിൻസ് ഉണ്ട്, ആംഗിളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ട്, ടീനേജ് ടോപ്പ് ഉണ്ട്, കോട്ട് സെറ്റ്, എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാ ഐറ്റംസ് ഉണ്ട്. കോട്ട് സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്നതും ഇവരുടെ ഒരു കോട്ട് സെറ്റ് തന്നെയാണ്. ഇത് 2 piece അല്ലേ? 2 piece ആണ്. 2 pieceന്റെ റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതില് നമുക്ക് ഇപ്പൊ എത്ര സൈസ് വരെ ഉണ്ട്? ഇപ്പൊ ഇതില് M to XXL വരെ കിട്ടും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് XL ഡബിൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പ്ലസ് സൈസ് വേറെ ഉണ്ട്. ഓക്കെ, സൈസും കിട്ടും. ഇനി പറയണേക്കാൾ മുന്നേ നമ്മള് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത്. ഒന്നുകൂടി അഡ്രസ് ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ SP പോർട്ട് ഹോസ്പിറ്റലിലേക്ക് നടുക്കുകയാണ്. പിന്നെ പഴവങ്ങാടി ടെമ്പിളിൽ നിന്ന് നടുക്കായിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും വെൽക്കം ടു ദിസ് വീഡിയോ. ഇങ്ങോട്ടും ഹായ്, വെൽക്കം. അപ്പൊ നമുക്ക് ചറവറാന്ന് കളക്ഷൻസ് അങ്ങോട്ട് വാരി വലിച്ചങ്ങോട്ട് കാണിച്ചു തന്നെ. എവിടെ തുടങ്ങണ്ടേ? ഇവിടെ തന്നെ സിൽക്കാണ്, കോട്ട് സെറ്റ് ആണ്. ഞാൻ ഇട്ടിരിക്കുന്ന റയോൺ ആണെങ്കിൽ ഇത് വാട്ടിക്കൻ സിൽക്ക് ആണ്. വാട്ടിക്കൻ സിൽക്ക് ഫേമസ്, മീൻസ് കൂടുതൽ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വരുന്ന ഒരു വാട്ടിക്കൻ സിൽക്ക് ആണ്. പക്ഷെ എല്ലാ മെറ്റീരിയലും ഇവിടെ കോട്ട് സെറ്റ് അവൈലബിൾ അല്ലേ? ഇതില് 2 piece ആണ് കേട്ടോ കളക്ഷൻ വരുന്നത്. ഇതാ, ഇത് 2 piece സൈസ് വരുമ്പോ മീഡിയം, ലാർജ്, XL, ഡബിൾ XL അങ്ങനെയാണ് സൈസ് വരുന്നത്. കളേഴ്സും ചൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഇതാ, അതിന്റെ ബ്ലൂ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് പ്രിന്റിലാണ് കേട്ടോ വരുന്നത്. ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ കോട്ട് സെറ്റിലാട്ടോ വരുന്നത്. എല്ലാ കളറും ഉണ്ട്. പിന്നെ കോളർ വൈസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചൈനീസ് കോളർ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ ഷർട്ട് ടൈപ്പ് കോളർ ഉണ്ട്, റൗണ്ട് നെക്ക് ഉണ്ട്. അങ്ങനെ നെക്കുകളും ഇങ്ങനെ മാറി മാറി കിട്ടും അല്ലേ? ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. ഇത് കോട്ട് സെറ്റിലെ സൈഡ് ഓപ്പൺ ആണ്. സൈഡ് ഓപ്പൺ. നല്ല രീതി പോലെ നല്ല തുണിയാണ്, നല്ല മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽ നല്ലതാണ്. പിന്നെ നമ്മൾ റേറ്റ് എടുത്ത് പറയാറില്ല. കുറെ പേര് നമ്മളോട് പറയും ഷെൽമിന്റെ വീഡിയോയിൽ റേറ്റ് പറയാത്തതുകൊണ്ട് വീഡിയോ കാണാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് മെസ്സേജ് ഇടാറുണ്ട്. അപ്പൊ ആ കമന്റ് ഇട്ടത് അത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. കാരണം ഹോൾസെയിലിൽ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ റീറ്റെയിൽ കച്ചവടക്കാർ ചെയ്യണവർക്ക് റേറ്റ് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയാത്തത്. ഇതിന്റെ റേറ്റോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ റേറ്റ് അറിയണമെന്ന്
വെച്ചാൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ചു വെച്ചാൽ പറഞ്ഞു കൊടുക്കും. കടക്കാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഒരു സിംഗിൾ പീസ് എന്ന് പറഞ്ഞിട്ട് അവര് വിളിക്കും. ഓക്കെ, ഇത് 2 പീസ് കേട്ടോ. പിന്നെ പാന്റ് സ്ട്രൈറ്റ് പാന്റ് ആണ്, സൈസ് നല്ലതുപോലെ കിട്ടും. ഓക്കെ, ഇതിലും നമ്മൾ ജസ്റ്റ് ഓരോ പീസാണ് കാണിക്കുന്നത്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതൊരു മെറ്റീരിയലില്, ഇതും സ്ട്രേറ്റ് ആണ്, സൈഡ് കട്ടാണ് വരുന്നത്. 2 പീസ് സെറ്റ് ആണ് ഇതും വരുന്നത്. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടോ. നമ്മൾ ഈ കാണിച്ചത് തന്നെ ഇപ്പൊ ഒരു 2 ദിവസം കഴിഞ്ഞ് വന്നാൽ ചിലപ്പോ കിട്ടോ. കളർ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, 2 ദിവസം കഴിഞ്ഞ് വന്നാൽ ഇതിന്റെ സെയിം കിട്ടോ? ഇതിന്റെ സെയിമും കിട്ടും, പിന്നെ വെറൈറ്റീസ് കിട്ടും. വെറൈറ്റീസ് എന്ന് വെച്ചാൽ പുതിയത് മാറി മാറി നമ്മൾ എപ്പോഴും നിങ്ങൾ വീഡിയോ കാണുന്നത് നമുക്ക് ശബരിയില വന്ന് എപ്പോഴും മോഡൽസ് മാറിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ കളറാണ് കേട്ടോ. ഇത് രണ്ടും 2 ഡിഫറെന്റ് ബ്ലൂ ഷെയ്ഡാ. എല്ലാ കളറും ഉണ്ട്, ആൾ കളേഴ്സ് അവൈലബിൾ ആണ്. ഒക്കെ ഡിഫറെന്റ് കളേഴ്സ്, ഇഷ്ടം പോലെ കളേഴ്സ് ആയിട്ട് ഉണ്ടാവും. ഇതിപ്പോ കോഡ് സെറ്റ് ഇപ്പൊ ട്രെൻഡ് ആയതുകൊണ്ടാണ് ഈ കോഡ് സെറ്റ് മാത്രം ഇപ്പൊ എടുത്ത് കാണിക്കുന്നത്. അല്ലാത്ത 2 പീസ് 3 പീസ് സിംഗിൾ കുർത്തീസ് അതുപോലെ തന്നെ ഓൺ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഐറ്റംസും അവൈലബിൾ ആണ്. കോഡ് സെറ്റിൽ ഇന്നും മോഡൽസ് ഉണ്ട്. ഇതും കോഡ് സെറ്റ് തന്നെയാണ്. കോഡ് സെറ്റ് വിത്ത് ലൈനിങ്. ഓ, സൈഡ് ഓപ്പൺ. ഇത് കുറച്ച് ബിഗ് സൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ബിഗ് സൈസാ വരുന്നത് കേട്ടോ. ഇതും 2 പീസിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത്. പാന്റ്സ് വന്ന് പ്ലെയിൻ ആണ്. പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇത് 2 പീസ് എന്ന് പറഞ്ഞാൽ മതി. കുറച്ച് പറയുമ്പോൾ സെയിം ആ ഒരു പ്രിന്റിൽ തന്നെയല്ലേ വരുന്നത്. ഇതാകുമ്പോ പ്ലെയിൻ പാന്റ് വരുമ്പോ അങ്ങനെ 2 പീസിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത്. നല്ല വർക്കൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. വലിയ പ്രിന്റ് ആണല്ലോ എല്ലാവർക്കും ഇപ്പൊ താല്പര്യം. അതിന്റെ കളേഴ്സും നെക്കും ഒക്കെ ഡിഫറെന്റ് എടുത്തോ. ഇതാ വേറെ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ്. ഇതിന്റെ സൈസ് മീഡിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മോൾ സൈസിന്റെ കോഡ് സെറ്റിൽ ഉണ്ടാവില്ല അല്ലെ? മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ, ബിഗ് സൈസ് 445 അങ്ങനെയാണ് സൈസസ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. അതെ, ഇതൊരു പലാസോ ടൈപ്പ് ആണ് കേട്ടോ പാന്റ്. പിന്നെ ഇപ്പൊ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് വരുന്നത് കുർത്തീസ് ആണ്. ഈ കുർത്തീസ് എന്ന് പറയുമ്പോൾ ഹാൻഡ് വർക്ക് ഉള്ള കുർത്തീസ് ആണ് എനിക്ക് കണ്ടിട്ട് തോന്നണത്. എങ്ങനെയാ? നല്ല മോഡലാണ്. പിന്നെ ഈ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഈ കുർത്തീസ്. ഓക്കെ, ഇത് സൈസ് അവൈലബിൾ M to XL ആണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഫിനിഷിംഗും ആണ്, നല്ല ലൈനിങ്, നല്ല മെറ്റീരിയൽസ് ആണ്. ഇത് സിംഗിൾ ഒരു കുർത്തിയാണ്. പാന്റ് വേണമെന്ന് വെച്ചാൽ ആ പാന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ഇവർക്ക് പാന്റിന്റെ ഈ അറ്റം തൊട്ട് നോക്കുകയാണെങ്കിലേ ഈ കാണുന്നത് മൊത്തം പാന്റിന്റെ സെക്ഷൻ. അതിൽ ഇപ്പൊ നമുക്ക് സിഗാർ പാന്റ് വരുന്നുണ്ട്, ആംഗിൾസ് ഉണ്ട്, സ്ട്രൈറ്റ് പാന്റ് ഉണ്ട്, അങ്ങനെ അങ്ങനെ. ഇത് ഫുൾ പാന്റ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് കിട്ടും, സിംഗിൾ കളർ ആയിട്ട് കിട്ടും, സിംഗിൾ കളർ മിക്സ് ആയിട്ട് വേണമെങ്കിൽ മിക്സ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയൽ അടിപൊളി ഒരു എന്താ പറയാ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. അടുത്ത കളർ വേറെ മോഡൽസ് ജോർജറ്റിലെ ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ട്. ചെറുപ്രാണ് കാണിക്കാന്നല്ലേ? കണ്ട ഇഷ്ടം പോലെ ഡിസൈൻ. വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി മൊത്തത്തില് വർക്ക് കൊണ്ട്. ഈ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു നെക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. വി നെക്കിൽ ഇതുപോലെ നടുക്കിൽ ഒരു ഫ്ലീറ്റ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള കളക്ഷൻ. ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോരോ വർട്ടിക്കൻ സിൽക്ക് ഇതിലും ഉണ്ട് അല്ലേ? ഫിനിഷിംഗ് നോക്കുക, അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ്. നല്ല മെറ്റീരിയൽ, മെറ്റീരിയൽ അടിപൊളിയാണ്, കാണാം അടിപൊളി ലുക്ക്. എല്ലാ ലൈനിങ് ഉള്ള സാധനം ഇതില്ലല്ലേ? ഈ സിംഗിൾ കുർത്തീസിൽ വരുമ്പോ ഒക്കെ ലൈനിങ്, എല്ലാം ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത്. പിന്നെ സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ, സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത്. M to XL ആൾ സൈസ്. പാർട്ടി വെയർ സിമ്പിൾ ആയിട്ട് നീറ്റ് ആണ്. സെമി പാർട്ടി വെയർ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയിരിക്കും. അടിപൊളി ഒരു കളക്ഷൻ ആണ്. ഫുൾ പേൾഡ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഓരോരോ മോഡലാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിലത്തെ ഒരു കളക്ഷനും കൂടി നല്ലൊരു വൈൻ ഷെയ്ഡില്, ഇതും വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നത് അല്ലെ? ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു കളക്ഷൻ. പിന്നെ എടുക്കുമ്പോ നമ്മള് എങ്ങനെ എടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കെട്ടെടുത്ത് എങ്ങനെ എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ? ഇങ്ങനെ എന്നുവെച്ചാൽ സിംഗിൾ പീസ് ഇല്ല, റീറ്റെയിൽ ഇല്ല, ഒരു ഹോൾസെയിൽ അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് മാത്രമാണ് കേട്ടോ. അപ്പൊ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം നിർബന്ധമാണ്. ഇത് കാണുന്നത് അതിന്റെ കളേഴ്സ് ആണോ? ആഹാ. അടുത്തത് വിചിത്ര സിൽക്ക്. ഇതില് ഇത് ബിഗ് സൈസ്, ഇത് XL. ഈ ഹാൻഡ് വർക്ക് അല്ലാത്തതും ഉണ്ടല്ലോ, കോട്ടൺ. അത് കാണിക്കാട്ടോ. അപ്പൊ ഇത് ഹാൻഡ് വർക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. അതുപോലെ ഇതില് വരുമ്പോ പിന്നെ സിൽക്കിലെ വർക്ക് ഉള്ളതുണ്ട്. ഇത് ലൈൻ സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത്. ഈ ഫ്ലീറ്റ് ഉള്ളത് ഇതുപോലെ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. കളറും മോഡലും മാത്രം കാണിക്കുന്നില്ല, ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് മോഡൽസ് ഒക്കെ വെറൈറ്റീസ് വരുന്നുണ്ട്. ക്ലോത്ത് വൈസ് ആയാലും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇപ്പൊ വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തതാണ് നമ്മൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈഡ് ഓപ്പൺ പാർട്ടി വെയർ ആണ്. പാർട്ടി വെയറില്
കേട്ടോ സ്ലീവ്. ഇത് കളേഴ്സും ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ് കളേഴ്സ്. അയ്യോ ഭയങ്കര കളേഴ്സ് അല്ലേ. ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. എല്ലാം ചെയ്തിട്ട് വിത്ത് ലൈനിങ്, എല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. ആൾ വിത്ത് ലൈനിങ്. പിന്നെ നമ്മുടെ ഓണായിട്ട് ഓണം കളക്ഷൻ ഒന്നും എത്തിയിട്ടില്ലേ? ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അതെ, സൂപ്പർ കളക്ഷൻ വിത്ത് ലൈനിങ്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. ഇതൊരു എന്താ പറയാ, സാധാരണ ഓണത്തിന് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. പക്ഷെ ഇത് ടിഷ്യൂ അല്ല, കോട്ടൺ അല്ല, രണ്ടും കൂടി മിക്സ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ മോഡലാണ്, ട്രെൻഡിങ്ങിൽ പോകുന്ന മോഡലാണ്. ട്രെൻഡിങ്ങിൽ പോണ മോഡലാണ് ഇത്. ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ്. ഈ പാച്ച് വർക്കിലാണ് ഇപ്പൊ റെഡ് ആണെങ്കിൽ ഇതിൽ തന്നെ ബ്ലാക്ക് സൈഡ് വരും, ഇവിടെ റെഡ് സൈഡ് വരും. ഇവിടെ വെച്ചോട്ടെ, അല്ലാതെ കാണാൻ പറ്റുള്ളൂ. ഇതാ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. പാച്ച് വർക്ക് ചെയ്തതൊക്കെ ഡിഫറെന്റ്. പിന്നെ ഒരു മറൂൺ വരുന്നുണ്ട്. ഇപ്പൊ 3-4 ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതാ വൈറ്റ് ടിഷ്യൂല് ഇതിന്റെ കളേഴ്സ്, അതിന്റെ ഈ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ള സ്ലീവിലും ഇതുപോലെ തന്നെ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇത് ഓണം കളക്ഷനിൽ വരുന്നതാണ്. പിന്നെ കോട്ട് സെറ്റ് ആണ്, റയാൻ കോട്ട് സെറ്റ്. റയോൺ ഒരു കസ്റ്റമർ പോണോ? ഈ ഒരു അവസാനത്തെ കാണിച്ചിട്ട് ഇപ്പൊ നിർത്താം കേട്ടോ. ഇത് റയോന്റെ ആണ് കേട്ടോ. റയോന്റെ ഈ ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ കളക്ഷൻ ആണ് വരുന്നത്. ഇത് കോഡ് സെറ്റ് അല്ലല്ലോ, 2 പീസ് ഉണ്ട്, സിംഗിൾ കുർത്തിയാണ് കേട്ടോ. ഇത് ജാക്കറ്റ് മോഡൽ സിംഗിൾ കുർത്തി ഷ്രഗ് ആയിട്ട് വരുന്നതാണ്. എന്തായാലും കസ്റ്റമർ വന്നിട്ടുണ്ട്, കുറച്ച് ബ്രേക്ക് വേണ്ടി വരില്ല. വേറെ സ്റ്റാഫ്മാരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ കൈ എത്തിയില്ലെങ്കിൽ അല്ല കച്ചവടം മണി മുത്തുമണി ചെല്ലേ. അടുത്തത് നമ്മ ജോർജറ്റ് മെറ്റീരിയലാണ്, നല്ല കുർത്തീസ് ആണ്, വിത്ത് ലൈനിങ് ഉള്ള സാധനം, പഫ് കൈ വെച്ച്. ഉടുപ്പ് ഫ്രോക്ക് ആണ് കേട്ടോ. പഫ് സ്ലീവോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത്. ഇതിൽ കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് മൊത്തം ഇതിന്റെ കളേഴ്സ് വരുന്നത് കേട്ടോ. ഇത്രയും കളേഴ്സ്, വലിയ പ്രിന്റ്, ബിഗ് പ്രിന്റ്, അങ്ങനെ എല്ലാ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു മോഡൽ വരുന്നത് കേട്ടോ, ഫ്രോക്ക് വരുന്ന ഒരു കളക്ഷൻ. വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട്. ഓക്കേ, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇത് ഒരു ഹിന്റ് തരുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ മോഡൽ ഉണ്ട് എന്നുള്ളത്. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇത് മോഡൽ. ഇതും ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ മിറർ വർക്ക് വരുന്ന ഒരു ഡീറ്റെയിലിംഗ് കൂടിയും വന്നിട്ടുണ്ട് ഇതില്. പിന്നെ ഇത് അതെ ചേട്ടൻ എടുത്തായിരുന്നു. ചേട്ടനെ വിളിക്കണമെന്നൊന്നും തോന്നരുത് കേട്ടോ. ഫ്രോക്ക് ഇത് മെറ്റീരിയൽ വ്യത്യാസമല്ലേ? ഡെൽറ്റ മെറ്റീരിയൽ. നേരത്തെ കാണിച്ചത് ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു, ഇത് ഡെൽറ്റയുടെ മെറ്റീരിയൽ ആണ്. പിന്നെ റയോണില് സിംഗിൾ ഫ്രോക്കില് ബിഗ് സൈസ് ഓൺലി. അല്ല ഫ്രോക്ക് അല്ല, ഇത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ. ബിഗ് സൈസിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിലും നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട്. എ ലൈൻ സിംഗിൾ കുർത്തിന്റെ 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, കോട്ട് സെറ്റ് ഉണ്ട്. അത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, കോട്ടണിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നോർമല് വരുന്നത് ഇത് എന്താ പറയാ, ഡെയിലി വരണൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, ഓഫീസ് വരണൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇത് 3 പീസ് തുടങ്ങിയിട്ടില്ല നമ്മൾ. 3 പീസ് ആദ്യം സിംഗിൾ കുർത്തി കേട്ട്, എന്നിട്ട് നമുക്ക് 3 പീസ് ലൈനിങ്. അതുപോലെ നെക്കൊക്കെ നല്ല സേഫ് ആയിട്ട് വരുന്നത്, നമുക്ക് ഓഫീസ് വർക്കിനൊക്കെ പോകാൻ അടിപൊളി ഒരു കളക്ഷൻ. ഇതൊക്കെ അതിലാണോ? ഇത് കാണുന്നത് മൊത്തം അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഇപ്പൊ നമ്മൾ തുറന്ന് കാണിച്ചില്ലേ, അതിന്റെ ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒരു കെട്ടിൽ 2 എണ്ണമായിട്ട് കാണിക്കില്ലേ? 2 കളർ, 4 എണ്ണം അപ്പൊ വരുന്നതില് 4 എണ്ണം. അപ്പൊ എക്സലും ഡബിൾ എക്സൽ അങ്ങനെ. ഒരു കസ്റ്റമർ 2 പേര് വേണമെങ്കിൽ 2 പീസ് കൊടുക്കാം. അങ്ങനെ ഒരേ കളർ ആയിട്ട് 2 സൈസ് കൊടുക്കാം. 2 കസ്റ്റമർ ആയിട്ട് അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കാം. മെറ്റീരിയൽ ഉണ്ട്, നല്ല ഐറ്റം ഉണ്ട്. പിന്നെ അതും ബബ്കൈയാണ് ഇപ്പോൾ ഉള്ള മോഡൽ. ഹക്കോബയില് ഫുൾക്കാരിയില്, ഇത് ഫുൾക്കാരിയിലാട്ടോ. ഫുൾക്കാരിയില് ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് പഫ് സ്ലീവ് ആണ് ഇത് വരുന്നത്. ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സ് വരുന്നത് ലെവൻഡർ, മറൂൺ, അതുപോലെ ഗ്രീൻ, 3 ഷെയ്ഡ് വരുന്നത്. 3 ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല കളേഴ്സ്. ഇത് ഫുൾക്കാരിയിൽ വരുന്നത്. പിന്നെ വിചിത്രയില് നെക്ക് നോക്കി അടിപൊളി അല്ലേ? വിചിത്രയിലാട്ടാ അല്ലെ? നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ഇട്ടാ അടിപൊളിയായിരിക്കും. നല്ല വൃത്തിയോട് കൂടിയിട്ട് ഫിനിഷിങ്ങോട്. അത് ഫിനിഷിങ് ഇത് കഴിഞ്ഞു, പുതിയ മോഡൽ കേട്ടാറായി. അപ്പൊ അതില്ലാന്ന്, പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാനും. പിന്നെ അപ്പിസ്റ്റാപ്പിന്റെ സ്ലബ് കോട്ടൺ ഉണ്ട്, മോഡൽ അജരക്ക് വെച്ച് കയ്യിൽ അജരക്ക് ഒരു സൂപ്പർ മോഡലാണ്. അതെ,
പാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ. സ്ലീവിലും അത് തന്നെ സെയിം വരുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് സാധാരണ നമ്മളിങ്ങനെ ഹോൾസെയിൽ കടകളൊന്നും ചെയ്യുന്നില്ല, കൂടുതൽ റീറ്റെയിലും മാത്രമാണ് ഇത് നമ്മുടെ ആദ്യത്തെ ഹോൾസെയിൽ ഷോപ്പ് ഇതൊന്നും അങ്ങനെയല്ല, നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. എന്നുവെച്ചാൽ എണ്ണം പിടിച്ച അധികം ഇല്ല, ചുരുക്കം പറഞ്ഞാൽ കുറച്ച് കടകളിലുള്ള ഹോൾസെയിൽ എന്ന് പറയാനായിട്ട്. അപ്പൊ പെട്ടെന്ന് സാധനങ്ങൾ കൊണ്ടുപോകാം അല്ലെ. നമ്മുടെ ഷോപ്പില് നല്ല കളക്ഷൻ കിട്ടും എപ്പോഴും. ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? രാവിലെ 9 തൊട്ട് രാത്രി 11 മണി വരെ കാണും. രാത്രി വരെ ഉണ്ടാവും. അതിപ്പോ സീസൺ സമയം ആയതുകൊണ്ട് സീസൺ സമയം ഉണ്ട്, അല്ലാത്ത സമയം 9 വരെ കാണും. 9:30. സൺഡേ ഓപ്പൺ അല്ലേ? സൺഡേ ആൾ സൺഡേ ഓപ്പൺ. ഓൾ സൺഡേ ഓപ്പൺ. സീസൺ സമയം അല്ലാത്തപ്പോഴും അങ്ങനെ എല്ലാ സമയവും ആൾ സൺഡേ ഓപ്പൺ ആണ്. ഓക്കെ, അടുത്ത കളക്ഷൻ എടുത്തോ. ആ, ഒരു ഉഷാറില്ലേ? ഭക്ഷണം കഴിച്ചതല്ലേ? കഴിച്ചതാണ്, പക്ഷെ എന്താ ഒരു ഉഷാർ പിന്നെ വിത്ത് ലൈനിങ്, ബാക്ക് സൈഡ് പ്രിന്റ് വരും, ഫ്രണ്ട് സൈഡും പ്രിന്റ് വരും. സെയിം ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ. പ്രിന്റ് അല്ല, ഇത് ഫുൾ കാണുന്നത് വീവിംഗ് ആണ് കേട്ടോ. വീവിംഗിൽ ഇതിന്റെ കളേഴ്സ് ഈ കാണുന്നത് മൊത്തം വീവിംഗിൽ വരുന്നതാണ്, പ്രിന്റ് അല്ല കേട്ടോ. നമുക്കൊരു ഹാൻഡ്ലൂം ടച്ചിന്റെ ഒരു ശരിക്കും ആ ഒരു ലുക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാ സ്ലബ് കോട്ടണിൽ വരുന്നത് അല്ലേ? അതിലെ ഓയിൽ പ്രിന്റ് കളക്ഷൻസ് ഉണ്ട്, നല്ല മോഡലാണ്. ഇത് കുറച്ച് വലിയ പ്രിന്റ് എന്ന് പറയുന്നത്. വിത്ത് ലൈനിങ് ഇത് വലിയ പ്രിന്റ് കേട്ടോ. സിംഗിൾ ഒരു കുർത്തിയാണ് ഇത് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സംഭവം കിട്ടു. പിന്നെ അക്കോബ കുർത്തീസ് ഉണ്ട്, നല്ല മെറ്റീരിയൽ ആണ് അക്കോബയില് വിത്ത് ലൈനിങ്. ഇത് സ്ട്രൈറ്റ് കുർത്തിയാണ് വരുന്നത്. സ്ട്രൈറ്റ് കുർത്തീസ്, സ്ട്രൈറ്റ് കുർത്തിയാണ്. ഇതാണോ കളേഴ്സ്? കളേഴ്സ് 1 2 3 പിന്നെ നല്ല ന്യൂ മോഡൽ വരും. തീരാറായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പിന്നെ കിട്ടില്ല. പിന്നെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന മാർക്കറ്റിൽ കളിച്ചോണ്ടിരിക്കുന്നതാണ് വരാ ആ ഒരു മോഡൽ. നല്ല ന്യൂ മോഡൽ കിട്ടും. ഓക്കെ. പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ്, നല്ല വർക്ക് ഉള്ളതാണ്. സൈഡ് ഓപ്പൺ വിത്ത് ലൈനിങ്, സൈഡ് ഓപ്പൺ ആണ്. സൈഡ് ഓപ്പൺ വരുന്നുണ്ട്, എ ലൈൻ വരുന്നുണ്ട്, അംബ്രേല സ്റ്റൈലും വരുന്നുണ്ട്. അങ്ങനെ മോഡൽസ് കിട്ടും നിങ്ങൾക്ക്. കളേഴ്സും അവൈലബിൾ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് കയറിയാലോ. ഡെൽറ്റയിലെ ഒരു കോട്ട് സെറ്റ് ഉണ്ട്, നല്ല മോഡലാണ്. കോളർ ടൈപ്പ് വിത്ത് ലൈനിങ്, വിത്ത് ലൈനിങ്ങോട് സ്ട്രൈറ്റ് പാന്റ് ആണ്. ഇത് 2 പീസ് ആണ്. 2 പീസ്. ഇതെന്താ മെറ്റീരിയൽ? ഡെൽറ്റ മെറ്റീരിയൽ. ഡെൽറ്റ സിൽക്കി ഡെൽറ്റ. സിൽക്കി ഡെൽറ്റ നല്ല ഡെൽറ്റ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡെൽറ്റ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കളർ നല്ല കളേഴ്സ് ഉണ്ട്. അതെ, ഇത് വലിയ പ്രിന്റ്. ഇതാണ് ഇതിന്റെ ഫുൾ കളർ ചാർട്ട് ഇരിക്കുന്നത്. ഇതിപ്പോ കോഡ് സെറ്റ് ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടുതൽ കളക്ഷൻസും കൂടുതൽ വലിയ പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷൻ. ഇവിടെ ഒരു കസ്റ്റമർ ഇരിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അങ്ങോരോട്. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, ഒരു വീഡിയോ എടുക്കുന്നുണ്ട് പറ്റേ. ഇത് എവിടെയാ സ്ഥലം? നിങ്ങളുടെ ബാലരാമപുരം അവിടെയാണോ സ്ഥലം വരുന്നത്? കട അവിടെയാണോ? എങ്ങനെയുണ്ട് ഇവിടെ? നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല വെറൈറ്റി ഐറ്റങ്ങളുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. വിലയിലും കുറവുണ്ട്, കൊടുക്കാൻ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റൂട്ടോ. ഓക്കെ, താങ്ക് യു. ചേട്ടന്റെ പേര്? രവി. എന്റെ പേര് രവി. TV രവിയാ? ബാക്കി നിങ്ങൾക്ക് പേര് കേട്ടാ ഊഹിക്കാലോ, ഇനി കൂടുതൽ പറയുന്നില്ല ഞാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് കിടക്കാം. അടുത്ത കളക്ഷൻ വരുന്നത് 2 പീസിലെ നമുക്ക് സ്ലീവ്ലെസ് ഉണ്ടാണ്, നല്ല കളക്ഷൻസ് ഉണ്ട്. 2 പീസിന്റെ സ്ലീവ്ലെസ് 2 പീസിന്റെ കളക്ഷൻ ആണ്. കോട്ട് സെറ്റിൽ വരുന്നതാണ് കേട്ടോ. സ്ലീവ്ലെസ്സിൽ ആ ട്രെൻഡും ഇവിടെ അവൈലബിൾ ആണ്. സ്ട്രൈറ്റ് പാന്റ് ആണ് ഇതിപ്പോ ട്രെൻഡിൽ നടക്കുന്നത് കേട്ടോ. സ്ലീവ്ലെസ് എന്നാൽ ഇതിന്റെ ഉള്ളിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലീവ് അറ്റാച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കണുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളത് പറയൂല. ഓക്കെ, ഇതാ അപ്പൊ ഇത് സ്ലീവ്ലെസ്സിലും വരുന്നുണ്ട്, സ്ലീവ് ഉള്ളതിലും വരുന്നുണ്ട്. അത് രണ്ടും മോഡലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. സ്ലീവ് വരുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫുൾ സ്ലീവിലാ വരുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് 3/4? അപ്പൊ ആ കാര്യത്തിന് സംശയമില്ല. പിന്നെ അതില് നല്ല മോഡലുണ്ട്. പിന്നെ വരുന്നത് വേറെ കളക്ഷൻസ്, നല്ല കളർ അല്ലേ, നല്ല അടിപൊളി. ഒരു ഫുൾ ഇങ്ങനെ ഇതിട്ട ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും. അതിന്റെ മോഡലാണ് ഇത്. നന്നായിട്ടുണ്ട് അല്ലേ? കുറച്ച് സ്റ്റാൻഡേർഡ് റിച്ച് ലുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ. കളർ വൈസ് ആണ് പറയണത്, മെറ്റീരിയൽ വൈസ് ആയാലും എല്ലാം തീരാറായി. വേഗം പോകുന്ന പുതിയ പ്രൊഡക്ഷൻ ഉണ്ടെന്ന്, പുതിയ നടക്കുന്ന നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണോ? അടുത്ത കളക്ഷൻ അവൈലബിൾ ആണ്. അത് സ്ലീവ്ലെസ് ആണ്. ഇതും സ്ലീവ്ലെസ്സിൽ വരുന്നത് സൂപ്പർ മെറ്റീരിയൽ, വാട്ടിക്കൻ സിൽക്ക് മെറ്റീരിയൽ ആണ്. വാട്ടിക്കൻ സിൽക്കില് അത് ഫുൾ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. നല്ല കളർ, കളേഴ്സ് നല്ല അടിപൊളി മഞ്ഞ. ഓ സൂപ്പർ. ഏത് ഇഷ്ടായി? ഇത് ഇഷ്ടായി. അടിപൊളി അല്ലേ? രണ്ടും ഒന്ന് മെച്ചായിട്ടുള്ള കളറാണ് വരുന്നത്. 2 പീസ് ആണ് കേട്ടോ ഇത്. 2 പീസ് ആണ്. 2 പീസ് ആണ്. ഇങ്ങനെ
എടുക്കുമ്പോ വീണ്ടും പറയാണ് കെട്ടായിട്ട് തന്നെ എടുക്കണം എന്ന് വെച്ചാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിന്റെ ഒരു കെട്ടായിട്ട് തന്നെ എടുക്കണം. അടുത്ത ഒരു മോഡൽ കോട്ടൺ ആണ് വിത്ത് ലൈനിങ്, 2 പീസ് ആണ്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ. സ്ട്രൈറ്റ് ബാൻഡ് എന്താ പറയാ, ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ്, നല്ല വലിയ ഓക്കെ. ബിഗ് സൈസ് മാത്രമേ ഉള്ളൂ. സിംഗിൾ സൈസ് വരുമോ നമുക്ക്? സിംഗിൾ സൈസ് വരും, സിംഗിൾ സൈസും വരുന്നുണ്ട്, ബിഗ് സൈസസും വരുന്നുണ്ട്, നോർമൽ സൈസസും വരുന്നുണ്ട്. വരും. ഓക്കെ, നല്ല കളക്ഷൻ ആണ്. ഇവിടെ വെച്ചു. അടുത്തത് ഇല്ല, പിന്നെ ഡെൽറ്റ ലോർ ഐറ്റം ഉണ്ട്. ഡെൽറ്റ പീസ്. ഇത് കുർത്തി തന്നെയാ? 2 പീസ് തന്നെ. ഓക്കെ, കോട്ട് സെറ്റിൽ അപ്പൊ ഡെൽറ്റ കണ്ടു, കോട്ടൺ കണ്ടു, വാട്ടിക്കൻ കണ്ടു, റയോൺ കണ്ടു. ഇതാ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് കോട്ട് സെറ്റിൽ കേട്ടോ. സ്ട്രൈറ്റ് പാന്റ്. ഇനി നമുക്ക് ഇതൊക്കെ കോട്ട് സെറ്റ് കുറയായി. നമുക്ക് ഇനി ഈ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഈ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്തായിരുന്നു? നൈറ്റി അല്ലേ? നൈറ്റി ഒന്ന് കുറച്ച് കാണിച്ചെടുത്താലോ? നൈറ്റീസിലും വെറൈറ്റീസ് ഉണ്ട്. റേറ്റ് നമ്മൾ പറയുന്നില്ല, റീസണബിൾ റേറ്റ് ആണ്. ഇനി ഇതിലിപ്പോ കെട്ട് ഇത്ര കെട്ടുണ്ട്. ഈ കെട്ട് എന്ന് പറയുമ്പോ ഡബിൾ എസ് ആകുമ്പോൾ ഡബിൾ എസ് 10 പീസ് കിട്ടും, 10 കളർ ചാർട്ട് കിട്ടും. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ 10 അങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ. സിംഗിൾ പീസ് കിട്ടില്ല, 10 എണ്ണമേ കിട്ടത്തുള്ളൂ. ഓക്കെ. ഇതിലിപ്പോ സൈസ് ഉണ്ട്, ഡബിൾ എസ് ആണ് സൈസ്. നമുക്ക് മെറ്റീരിയൽ ഇതൊക്കെ മെറ്റീരിയൽ അവൈലബിൾ. അപ്പൊ കോട്ടൺ മാത്രമേ ഉള്ളൂ നൈറ്റിയിൽ കേട്ടോ. അപ്പൊ നൈറ്റിയിലത്തെ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഇത് ചുടിദാർ മോഡൽ വരുന്നുണ്ട്, മാൻസി കട്ട് വരുന്നുണ്ട്, പൈപ്പിങ്ങിന്റെ അജറക്ക് പ്രിന്റില് പ്രിന്റ് നല്ല പ്രിന്റ് ആണ്, തുണി നല്ല കോട്ടൺ. ഇതൊരു വേറെ പ്രിന്റ്. അടുത്തത് എടുക്കും വേഗം. ഇത് എടുത്ത് വരുമ്പളേ ഇതൊരു വേറെ പ്രിന്റ്. ഇങ്ങനെ ചുടിദാർ കട്ട്, സൈഡ് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് അല്ലേ? അടിപൊളിയാണ്. പിന്നെ ഇതില് വർക്ക് വരുന്നുണ്ട്, താഴെ വർക്ക് വരും, മുകളിലെ വർക്ക്. ഓക്കെ. 10 കളർ ചാർട്ട്, 10 ഡിസൈൻ വരും ഇതിലെന്നെ. 10 ഡിസൈൻ ആയിട്ട് വരും. ഇപ്പൊ ഈ നടുക്കത്തെ ഡിസൈൻസ് ഒക്കെ മൊത്തം വേറെ വേറെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. കളർ ഏകദേശം ഒരു റെഡ്, ചെറിയ ഡിസൈൻ മാറും, ഡിസൈൻസ് മാറുന്നു മാത്രമല്ല. ബാക്കിയൊക്കെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാതും കസ്റ്റമർക്ക് നല്ലതുപോലെ രീതിയിൽ വിൽക്കാം. ഒരു കുഴപ്പമില്ല, സെയിൽസ് பண்ணலாம். നമുക്ക് മാർജിൻ ഇട്ടിട്ട് വിൽക്കാനും പറ്റും. പിന്നെ അടുത്ത് വർക്കുള്ളതാണ്, നല്ല വർക്കുള്ള ഐറ്റം. ഇതും 10 കളർ ചാർട്ടാണ്. ആ സെറ്റ് കൊടുക്കും. ഇത് നല്ല വലിപ്പമുള്ളതല്ലേ? 10 കളർ ചാർട്ടാണ്. നല്ല വലിയ നൈറ്റി കണ്ടോ, നല്ല സൈസ് ഉണ്ട്. കമ്പനി ആയിട്ട് അല്ലേ ഇത്? ഇത് ഡബിൾ എക്സലിന്റെ ആട്ടോ. ഇതില് 10 ഡിഫറെന്റ് കളേഴ്സ് വരുന്നത്. 10 ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ. പിന്നെ ചുങ്കുടിയിലെ നല്ല മോഡലാണ്, തുണി സൂപ്പർ തുണി, നല്ല കോട്ടൺ ആണ്. നല്ല കോട്ടണില് ഇതും 10 കളർ ചാർട്ട്. അത് കെട്ടി കൊടുക്കണേ, കോട്ടണിലാണ് വരുന്നത് കളേഴ്സ്. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകൾ. അപ്പൊ 10 എടുത്താലും നല്ല രീതിയിൽ വിറ്റ് പോകാൻ പറ്റും നമുക്ക്. ഒക്കെ ഡിഫറെന്റ് നല്ല ഷെയ്ഡുകൾ നല്ല രീതി പോലെ സെറ്റ് ചെയ്ത് തരും, ഒരു കുഴപ്പമില്ല. പിന്നെ ബാംബെ ഐറ്റം ഉണ്ട്, ഫാൻസി ഐറ്റം. ഇത് ബാംബെ ഐറ്റം ആണ്. ഫ്രിൽ നൈറ്റി. ഫ്രിൽ നൈറ്റി അല്ലേ? ബോംബെ നൈറ്റി. പിന്നെ ഇത് 3/4 ആണ്. എന്തായാലും നൈറ്റിയിലും നല്ല നല്ല വെറൈറ്റീസ്, നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. നല്ല എന്താ നമ്മൾ സാധാരണ ചുടിദാറും മാൻസിയും വിട്ടിട്ട് കുറച്ച് ഫാൻസിയിലൊക്കെ നല്ല നല്ല വെറൈറ്റീസ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. ഞാനിപ്പോ വന്നോടത്തോളം കണ്ടപ്പോ എനിക്ക് ക്വാളിറ്റി ഉള്ളത് ഫീൽ ചെയ്തത് മൊത്തം. പിന്നെ ഇത് ഫ്രോക്ക് നൈറ്റി ഫുൾ ലെങ്ത്തിലാണ് അല്ലേ? ഫ്രോക്ക് നൈറ്റി പോലെ ഫ്രണ്ടിൽ തോന്നിക്കാവുന്ന ഫുൾ ലെങ്ത്തിലാണ് വരുന്നത്. ഫ്രോക്ക് നൈറ്റി എന്ന് പറയുമ്പോൾ ആങ്കിളുടെ കുറച്ച് മുകളിലേക്ക് നിൽക്കണം. ആ നൈറ്റി അല്ലത്, പക്ഷെ നല്ല ക്വാളിറ്റി. ഇപ്പോൾ ഉള്ള മോഡലാണ്. പിന്നെ അതിൽ നമുക്ക് അജരക്കുള്ള നല്ല സാധനമുണ്ട്. പിന്നെ മോഡലിൽ വർക്ക് വെച്ച് കിടക്കണ കടന്നോ ചേട്ടൻ കടന്നോ. ഓക്കെ. ഷോർട്ട് നൈറ്റി, ഷോർട്ട് ആങ്കിൾ ലെങ്ത് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ ഇത് അജ്രക്കില് വരുന്നത്, ഫ്രില്ലായിട്ട് വരുന്നത്. ഇഷ്ടംപോലെ മോഡലുണ്ട്, മോഡൽ കളക്ഷൻ. ഈ ഒരു മോഡലും കൂടി വരുന്നുണ്ട്. എല്ലാ മോഡലും. ഫ്രോക്ക് നൈറ്റിയിലൊക്കെ മറ്റേനേക്കാളും റേറ്റ് കുറയോ? എങ്ങനെ റേറ്റ് പറയാൻ പാടില്ല, എന്നാലും ചോദിക്കാം. മറ്റേ ലെങ്ത് ഫുൾ ലെങ്തിനേക്കാളും റേറ്റ് കുറവാണോ? കുറവാണ്. ഓക്കെ. ഇത് ഷോർട്ട് നൈറ്റി. ഷോർട്ട് നൈറ്റിയിൽ വരുന്നത് ഇപ്പൊ ഫ്രോക്ക് നൈറ്റി എന്നല്ല എല്ലാരും പറയുന്നത്. മറ്റേത് ഉൾട്ട സുൾട്ട അങ്ങനെയായിട്ട് കിട്ടണത് അല്ലേ? പിന്നെ സ്ട്രൈറ്റ് മറ്റേ ഇത് ചുങ്കുടി നേരത്തെ കാണിച്ചത് നമ്മൾ ആ ഒരു ടൈ ആൻഡ് ഡൈ ചുങ്കുടി മോഡൽ. അതിൽ തന്നെ ഫ്രോക്ക് നൈറ്റി. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നൈറ്റിയിലും നല്ല നല്ല കളക്ഷൻസ്. ചെറിയ ഡിസൈൻ ഉള്ളതുണ്ട്, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. ഇത് ഈ കാണുന്നത് മൊത്തം നൈറ്റി ഐറ്റം വരെ കാണുന്നത് മൊത്തം അത് തന്നെയല്ലേ? ഫുൾ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ കുർത്തീസും നൈറ്റീസും മെയിൻ ആയിട്ട് വെക്കുന്നത്. 3 പീസും നമുക്ക് കാണിച്ചെന്നില്ല, അതൊന്ന് കാണിക്കോ നമുക്ക്? 3 പീസിന്റെ ഒരു സെക്ഷനും കൂടി വരുന്നുണ്ട്. സൈഡ് ഓപ്പൺ ആണ്. ഇത് 3 പീസിന്റെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ ഇതില് വിത്ത് ദുപ്പട്ട ഓപ്പൺ ചെയ്യൂ കൂട്ടി.
ആള് വെറുതെ നിക്കണം, അങ്ങനെ നിർത്തിച്ചാ പറ്റുമോ? ഒരാള് പാന്റ് പിടിച്ചു, ഒരാള് ദുപ്പട്ട പിടിച്ചു. സ്ട്രൈറ്റ് പാന്റ് ആണ്. ഇങ്ങനെയാണ് പാർട്ടി വെയറിൽ. ഇത് ജസ്റ്റ് സാമ്പിൾ കാണിച്ചു. ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അടുത്ത ആ ഒരു പച്ച കാണിച്ചാൽ നല്ല ഭംഗിയിട്ടില്ല. ഇത് നന്നായിട്ടുണ്ട് വർക്ക്. ഇത് ഒരു അനാർക്കലി സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഫ്രില്ല് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതിൽ ഫുൾ പ്രിന്റ് ആണ് കേട്ടോ, ഫോയിൽ പ്രിന്റും ഫുൾ പ്രിന്റോട് കൂടിയിട്ടാണ്. റയോൺ ക്ലോത്ത്. ഞാൻ റാംഗ്ലർ എന്ന് പറയുമ്പോൾ ഞാൻ 2 സെക്കൻഡ് ഒന്നും ഇങ്ങനെ ആലോചിക്കാൻ. റയോൺ ക്ലോത്തില് അങ്ങനെ ഇങ്ങനെ ദുപ്പട്ട വന്നിട്ടുള്ള ഒരു 3 പീസ് കളക്ഷൻ കേട്ടോ. അന്ന് ആ പാന്റിലും ഇതുപോലെ ഫുൾ ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് കണ്ടോ. നോർമൽ ഇങ്ങനെ പ്ലെയിനിൽ വിട്ടിട്ടുള്ളതല്ല, പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഇതും സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ആ മോഡലിൽ കോട്ടൺസ് ഉണ്ട്. ഇത് കോട്ടൺ വിത്ത് ലൈനിങ്, പിന്നെ സൈഡ് ഓപ്പൺ ആണ്. 3 പീസിൽ തന്നെ കോട്ടൺ സാൾ 3 പീസിൽ തന്നെ നമുക്ക് മൽമൽ കോട്ടന്റെ ദുപ്പട്ട. കളർ നന്നായിട്ടുണ്ട്, നല്ലൊരു പിടിച്ചോ. നീ ഇവിടുത്തെ കാരൻ തന്നെയല്ലേ? ആ, ഭയങ്കര നാണോ. നല്ല സൈസ് ഉണ്ട് ഇത്. നല്ല അതെല്ലാം ഞാൻ നിവർത്തി കാണിച്ചു കൊടുത്തത്. സൈസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണണ്ടേ. മൽമൽ കോട്ടന്റെ നല്ല വലിയൊരു ദുപ്പട്ട, അതുപോലെ തന്നെ കോട്ടന്റെ ടോപ്പ്, കോട്ടന്റെ തന്നെ പാന്റ്, അതും എലാസ്റ്റിക്കോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ അപ്പൊ ഈ ഒരു സെക്ഷൻ ഏകദേശം കഴിഞ്ഞു അല്ലെ? നമുക്ക് ഇനി ഒന്ന് മുകളിലേക്ക് പോവാം. ലെഗിൻസ് കാണിക്കുന്നല്ലേ? ആഹാ, അതൊന്ന് കാണിച്ചാൽ നമുക്ക് ആ സെക്ഷനിലേക്ക് ഒന്ന് പോവാം. കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് വരാം. പറഞ്ഞോ. ഇവിടെ ഫുള്ള് ഈ കാണുന്നത് മൊത്തം ലെഗിൻസ് ലെഗിൻസ് എന്ന് പറയുമ്പോ ആംഗിൾ പാന്റ് ആണ്. ആംഗിൾ. ഓക്കെ. ഇതിലിപ്പോ എടുക്കുമ്പോ നമുക്ക് കച്ചവടക്കാർ എടുക്കുമ്പോ എത്ര പീസ് ആയിട്ട് കൊടുക്കും നിങ്ങൾ? സിംഗിൾ പീസും കൊടുക്കും, പിന്നെ ആൾ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാം. അപ്പൊ എനിക്കിപ്പോ ഞാനിപ്പോ ബാക്കിയുള്ളത് അല്ലാതെ കൊടുത്തു. എനിക്കിപ്പോ ഇതിൽ നിന്ന് ഇപ്പൊ ഇത് ഈ ഒരു പീസ് മാത്രം മതി, അത് അതിൽ അങ്ങനെ എടുത്തു. അങ്ങനെ 10 പീസ് 5 പീസ് അങ്ങനെ എടുക്കണം. അത് മാത്രമേ തരത്തുള്ളൂ. അത് സിംഗിൾ പീസ് എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് വരായിരിക്കോ? കാരണം സിംഗിൾ പീസ് ആവും കേൾക്കുന്നുണ്ടാവും, ബാക്കി ഹോൾസെയിലിനൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കച്ചവടക്കാർക്ക് മാത്രമുള്ള അവർക്ക് ഇവിടെ ഇരിക്കണ ഏതെങ്കിലും കളർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കച്ചവടത്തിന് എടുത്ത് പോകും. അത് ഒരെണ്ണത്തിന് വേണ്ടിട്ടായിട്ട് ഓടി വരായിരിക്കും. എടുക്കുമ്പോ എല്ലാം കൂടി എടുക്കുമ്പോ ആ കൂട്ടത്തില് ഒരെണ്ണായിട്ട് അങ്ങനെ തരും കേട്ടോ. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാ, സൂപ്പർ മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. പിന്നെ കോട്ടൺ, നല്ല കോട്ടൺ, നല്ല കോട്ടന്റെ. പിന്നെ കസ്റ്റമർ അത് ചോദിച്ചു വരും. പിന്നെ അതിലെ 3/4 ആണ് ഇത്. അത് ആംഗിൾ 3/4. ഇതിലിപ്പോ സൈസസ് എങ്ങനെ വരാം? XL XL. അങ്ങനെ 3 സൈസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ അതിലെ അടുത്ത് ലെഗിൻസ് ആണ്. മൊത്തം ലെഗിൻസ് കൊണ്ടൊന്നും അറിഞ്ഞിരിക്കാന്ന്. ഓൺലി ക്വാളിറ്റി ലെഗിൻസ് മാത്രം, ലോ റേഞ്ച് നമ്മൾ വെക്കുന്നില്ല. നമുക്ക് അങ്ങനത്തെ വേണ്ട, ക്വാളിറ്റി മാത്രം. ഓക്കെ. ഇതിൽ അവൈലബിൾ XL XL ആൾ കളേഴ്സ്. ഇത് കുറച്ചുകൂടി ലെങ്ത് കൂടിയ ടൈപ്പ്, അടിയിൽ ഇങ്ങനെ ഒരു ചുരുക്ക് വരുന്നത്. 4 വേ ലൈക്ര. 4 വേ ലൈക്ര എന്ന് കേൾക്കുമ്പോ തന്നെ ലെഗിൻസിന് അപ്പൊ തന്നെ ഊഹിച്ചോ നല്ല ക്വാളിറ്റിയിലാണ്. നല്ല XL 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 അങ്ങനെ ആൾ കളേഴ്സ് ഇതൊക്കെ അല്ലേ? അപ്പൊ കളേഴ്സ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ചെറിയ സൈസ് തൊട്ട് വലിയ 3 സൈസസ് അവൈലബിൾ ആണ്. സ്ട്രെയിറ്റ്, പിന്നെ ആംഗിൾ, കാപ്രി, സിഗർ, സ്ട്രെയിറ്റ് പാന്റ്. ഓക്കെ. ഇനി ഇതിന്റെ മാത്രമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും അടിപൊളിയാണ്. എല്ലാ കളക്ഷൻസ്, എല്ലാം കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നത് അത് അറ്റം വരെ കാണുന്നത് മൊത്തം അതൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ അറ്റം വരെ കാണുന്നത് മൊത്തം. അതിന്റെ ഇടയിൽ ഇവിടെ ഈ ചെറിയ കുട്ടികളുടെ ഒക്കെ കാണുന്നുണ്ടല്ലോ. സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ ഇവിടെയാണോ? ഇവിടെയാണ്. ഓക്കെ. സെറ്റ് മുണ്ട് സെറ്റ്. ഇത് കുട്ടികളുടെ ആണോ ഈ കാണുന്നത്? ഇത് കുട്ടികളുടെ ടീ സെറ്റ് ആണ്. അത് മുകളിലുണ്ടോ? മുകളിലുണ്ട്, ഇവിടെ ഉണ്ട്, മുകളിലുണ്ട്. അപ്പൊ കുട്ടികളുടെ അപ്പൊ നമുക്ക് മുകളിൽ കാണിക്കാം. നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ട് ഒന്ന് കാണിച്ചേ. ഇവിടെ സ്റ്റാർട്ടിങ് സെറ്റ് സാരിയാണ്. സെറ്റ് സാരി ആ സാധ്യ നമുക്ക് കസവ് നോക്കാം, അതാണ് നമുക്ക് മെയിൻ. ഇതാണ് കൂടുതൽ പോണത് അല്ലേ? പ്ലെയിനിൽ ആദ്യം വർക്കൊന്നുമില്ല. ഓണത്തോടെ സ്പെഷ്യൽ കസവാണ്. ഇതാണ് ഇപ്പൊ കൂടുതൽ വെച്ചാൽ എല്ലാവർക്കും ഇതെന്നൊക്കെ പറയുമ്പോ ഈ ബൾക്കായിട്ട് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകും. മറ്റേ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കൊല്ലം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കസവിൽ ഇങ്ങനെ സിമ്പിൾ ഇതിന്റെ ഇഞ്ചസ് വ്യത്യാസം വരും. ഇതാ ഇവിടെ ഇട്ടിട്ട് കാണിച്ചു തരാം. ടിഷ്യൂ ഇത് കോട്ടൺ. ഇതാ കോട്ടണില് എന്നാ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോ സെറ്റ് സാരിയിൽ മാത്രമാണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെറ്റ് മുണ്ടിലും ഇതൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പ്രിന്റില് അത് സിൽവർ കസവ് വരുന്നുണ്ട്, ഗോൾഡ് കസവ് വരുന്നുണ്ട്, പ്രിന്റില് വരുന്നുണ്ട്, പിന്നെ കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ വിത്ത് ബ്ലൗസ്, റണ്ണിങ് ബ്ലൗസ് ഇതിന്റെ കൂടെ ഉണ്ടാവില്ലേ? ഇതിന്റെ കൂടെ ബ്ലൗസ് ആവില്ലേ? സെറ്റ് സാരിക്കൊക്കെ അങ്ങനെ തന്നെയാട്ടോ. ഇതാ പ്രിന്റുകള് നല്ല പ്രിന്റ് ഇതാണല്ലോ ഡിജിറ്റൽ ഇപ്പൊ എല്ലാവർക്കും വേണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോ ട്രെൻഡ് നടക്കണത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റില്. അപ്പൊ അതും ഉണ്ടെന്ന് കാണിക്കുന്നു. പിന്നെ
ഇതാ കസവ് കൊണ്ട് കസവ്, കസവിലെ കളർ കസവാണ് കളർ കസവ്. പിന്നെ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ അതും ഇപ്പോൾ ഉള്ള ട്രെൻഡാണ്. അതെ, ഇത് എപ്പോഴും ട്രെൻഡാണ്. ഇത് എല്ലാം ഈ കളേഴ്സ് ആണ് അവൈലബിൾ സബരിയില. ഇതെ ഇതൊക്കെ നമുക്ക് ഈ എങ്ങനെയാ ഇത് എടുക്കേണ്ടത്? കച്ചവടക്കാർ എടുക്കുമ്പോൾ സിംഗിൾ കിട്ടും, സിംഗിൾ ആയിട്ട് കിട്ടും. മറ്റേത് എടുക്കുമ്പോൾ കൂട്ടും എന്ന് വെച്ചാൽ നൈറ്റിയും കുർത്തീസും മാത്രമാണ് നമുക്ക് ആ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ ഒരു രീതിയിൽ എടുക്കേണ്ടത്. ബാക്കി സെറ്റ് സാരി ഒക്കെ ഇഷ്ടമുള്ളത് ഏത് പ്രിന്റ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ. ആ മുകളിലിരിക്കുന്ന കണ്ടോ കസവുകള് മൊത്തം ഡിഫറെന്റ് ഇഞ്ചിന്റെ വ്യത്യാസം കൊണ്ട് വരുന്ന കസവാട്ടോ കാണുന്നത്. അപ്പോ കളേഴ്സ് ഉണ്ട്, ഈ കളേഴ്സ് അവൈലബിൾ ആണ്. നേരത്തെ ഫസ്റ്റ് ഒരെണ്ണം ഇട്ടത് എവിടെ പോയി? ഈ കളേഴ്സ് ആണ്. രണ്ട് കസവിന്റെ കളർ ഉണ്ട് കേട്ടോ. ഇതാ ഇനി ഇതില് ഏതാ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്? ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല, രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും കേട്ടോ. രണ്ട് രീതിയിലുള്ള കസവ്. അപ്പൊ എല്ലാം കാണുന്നത് മഞ്ഞല്ല, എല്ലാം കാണുന്നത് തിളക്കല്ലാന്ന് അല്ലേ? അപ്പൊ അത് 1 ഇഞ്ച് ഉണ്ട്, 2 ഇഞ്ച് ഉണ്ട്, 3 ഇഞ്ച് ഉണ്ട്, 4 ഇഞ്ച് ഉണ്ട്, 5 ഇഞ്ച് ഉണ്ട്. അങ്ങനെ. ഇനി സെറ്റ് മുണ്ടിലേക്ക് വരാണെങ്കിലോ? സെറ്റ് മുണ്ട് ഇപ്പുറത്തെ സൈഡാ അല്ലേ? സെറ്റ് മുണ്ടിലും ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നോർമൽ പ്രിന്റില് നമ്മൾ കാണിക്കണത്. ഇതാ സെറ്റ് മുണ്ടില്. പിന്നെ ഇത് പ്രിന്റ് അല്ലാത്തത് കസവ് ചോദിച്ചു വരുന്നവർക്ക് ഇതാ ഇതിവിടെ വയ്ക്കാം. ഇതാ കസവ് ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കസവ് പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ്, അതില് ചെക്കില് കസവ്. ആ കസവ് രണ്ട് കസവ് കേട്ടോ, രണ്ട് രീതിയിലുള്ള കസവാ വരുന്നത്. പിന്നെ ബ്ലാക്ക് സൈഡ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനില്. ഇതിലൊന്നും ബ്ലൗസ് ഉണ്ടാവില്ല കേട്ടോ. ബ്ലൗസ് ഉണ്ടാവില്ല. ഇതിലൊന്നും ബ്ലൗസ് ഉണ്ടാവില്ല സെറ്റ് സാരിയിലേക്ക്. പക്ഷെ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കിട്ടോ? ബ്ലൗസ് റെഡിമെയ്ഡ് ഇല്ല അല്ലേ? ഓക്കെ. ഇങ്ങനെ ഇട്ട് മെയിൻ കുർത്തീസ്, നൈറ്റീസ് അതേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് അപ്പൊ ഡീറ്റെയിലിംഗ് കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടാലേ. അപ്പൊ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് സെറ്റ് സാരി. നല്ല കരയാണ്, പുളിയിലക്കരയാണ്. ഇതാ പിന്നെ ആ ഡിജിറ്റൽ പ്രിന്റ് ഒന്ന് എടുത്തേ, അതൊന്ന് കാണാനായിട്ട്. അതാണല്ലോ എല്ലാവർക്കും ഇപ്പൊ വേണ്ടത്, ഡിജിറ്റൽ. ഇത് നോർമൽ പ്ലെയിൻ. ഓ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര എന്ത് ഡിസൈൻസ് എന്ത് മോഡൽസ് വന്നാലും എന്നാ ഡിജിറ്റൽ പ്രിന്റും ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മോഡല് ഡിജിറ്റൽ പ്രിന്റില് ഈ ഒരു മോഡൽ ഒക്കെ കോട്ടണിലും ഉണ്ട്. ഇപ്പൊ കാണിക്കണ മാത്രം കോട്ടൺ ആണല്ലോ. ടിഷ്യൂലില്ലേ? ടിഷ്യൂല് ഓൺലി ക്വാളിറ്റി മാത്രം, കോട്ടൺ ക്വാളിറ്റി. ഇത് കോട്ടണിന്റെ നല്ല ക്വാളിറ്റി ലൈറ്റ് അല്ലേ? ടിഷ്യൂ. ഓക്കെ. ടിഷ്യൂ. അതെ ടിഷ്യൂ വന്നു. ടിഷ്യൂ ചോദിച്ചപ്പോ അതെ ടിഷ്യൂ ചോദിച്ചപ്പോ ടിഷ്യൂ എത്തി. എന്തോരം ടിഷ്യൂ വേണം. ഓ അടിപൊളി കണ്ടോ, സൂപ്പർ. ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ അല്ല, ഇത് ഗോൾഡ് കോമ്പിനേഷൻ. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. കാണിച്ചാൽ നമ്മുടെ ഇവരുടെ റാക്ക് തീരൂല, നമ്മുടെ ഇങ്ങനെ കൈ കാണിച്ചോണ്ടിരിക്കും. എന്തായാലും നമുക്കിത് നിർത്താം. ഇനിയിപ്പോ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് കാണണമെങ്കിൽ കാണാം. ഇത് കൂടാണ്ട് വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് കളക്ഷൻസ് കാണിച്ചു കൊടുക്കും. ഇത് ഡിജിറ്റലിന്റെ ഒരെണ്ണം കൂടി കാണിക്കുന്നു മാത്രം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം സെറ്റ് സാരിയുടെ ഒരു കളക്ഷനാണ് വരുന്നത്. സെറ്റ് മുണ്ടിന്റെ ഒരു കളക്ഷനാണ് വരുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് പാർട്ടി വെയറും കൂടി ഉണ്ട് അല്ലേ? പാർട്ടി വെയറിന്റെ ഒരു കളക്ഷൻ കൂടി. നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല 3 പീസിന്റെ നല്ല വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഇതൊന്ന് മാറ്റിയോ കുട്ടാ? ഈ ആളുകളെ ഞാൻ കുട്ടാന്ന് വിളിച്ചു. ഇങ്ങനെ തിരിച്ചേ ഈ ആളുകളെ ഞാൻ കുട്ടാന്ന് വിളിച്ചത് മാറ്റി. എനിക്ക് പ്രായമായില്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല പാർട്ടി വെയർ ആണ്. ഇത് 3 പീസിന്റെ കോൺസെപ്റ്റ്. നല്ല സാൽ വർക്ക്, നല്ല ഫുൾ വർക്ക് ആണ് പാർട്ടി വെയർ. ഇങ്ങനെ ഫുൾ വർക്കോട് കൂടിയിട്ട് നല്ല ഒരു സ്റ്റോൺ വർക്കും അതുപോലെ എംബ്രോയിഡറിയുടെ വർക്ക്. പാന്റിന് നല്ല വലുപ്പമുണ്ട്. അതുപോലെ പാന്റിന്റെ അടിയിൽ സൈസ് ഉണ്ട്. അതെ ഇത് ലൈനിങ് ആട്ടോ, വിത്ത് ലൈനിങ് ജോർജറ്റ് മെറ്റീരിയൽ. അപ്പൊ ഇതിന്റെ സെറ്റില് എത്ര കളർ ചേഞ്ചാ വരാ? ഇത് 4 കളർ ഒരേ സൈസ്. ഡബിൾ എക്സൽ ആകുമ്പോൾ ഡബിൾ എക്സൽ മാത്രം 4 കളേഴ്സ്. ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആട്ടോ. 4 കളേഴ്സ് ആണ്. പിന്നെ അടുത്ത മോഡൽ ജോർജറ്റിലെ മോഡൽ പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ കൂടുതൽ ജോർജറ്റ് ആണല്ലേ വരാ? ജോർജറ്റിലാണ് കൂടുതൽ കളക്ഷൻസ് വരുന്നത് കേട്ടോ. പാർട്ടി വെയറിൽ പറയുമ്പോ ഇതൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ എടുക്കാൻ പറ്റില്ല. അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ലാന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇത് 3 പീസില് കളറുകള് ഇട്ടോ, വെറൈറ്റി കളറുകള്. ഈ കളർ തന്നെ വേറെ കിട്ടുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഒരേ മോഡൽ തന്നെ. അതെ എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ്. ഓ ജോർജറ്റിലെ അംബർല കളർ നോക്ക്. അംബർല എ ലൈൻ അംബ്രല്ല. എ ലൈൻ മീൻസ് സൈഡിൽ സ്ലിറ്റ് ഇല്ല. അങ്ങനെ പിന്നെ ഫുൾ വർക്കാണ് സാർ. ഫുൾ വർക്കോട് കൂടിയിട്ട്
സ്ട്രൈറ്റ് പാൻറ് നല്ല കളേഴ്സ് എടുക്കും ഇങ്ങനെ ഇതിന്റെ കളേഴ്സ് എല്ലാം ഡാർക്ക് കളേഴ്സ് ആണ് അപ്പൊ പാർട്ടി വെയറിലും നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഫുൾ ഡാർക്ക് കളേഴ്സ് ആണ് അവൈലബിൾ. ആഹാ ഇത് ഫുൾ അതിന്റെ പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് തന്നെ കളർ കൃത്യമായിട്ട് അറിയോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്തായാലും കളേഴ്സ് ഒക്കെ നാല് ഡിഫറെന്റ് കളർ കേട്ടോ. ആ ഇനി ഗ്രീനില്ലേ ഇതൊക്കെ 3 പീസ് പാർട്ടി വെയർ എന്ന് പറയുമ്പോ 3 പീസിലെ വരുന്നത് കൂടുതൽ 3 പീസ് ആണ്. കസ്റ്റമർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവര് സൈഡിൽ കൂടെ പൊക്കോട്ടെ. അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം കേട്ടോ. എന്തായാലും കസ്റ്റമർ പോയിട്ടുണ്ട്. കസ്റ്റമറിനെ കാണിക്കാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഹൈഡ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇതിന്റെ 3 പീസിന്റെ കളക്ഷൻ നമ്മൾ കാണിച്ചു. ഇനി അടുത്തൊരു കളക്ഷനിലേക്ക് കടന്നാലോ? അടുത്ത കളക്ഷൻ ഒക്കെ ഈ സൈഡിലിരിക്കുന്ന മൊത്തം 3 പീസിലെ വിചിത്ര കളക്ഷൻസ് ഉണ്ട്. വിചിത്ര നല്ല ഏലൈനാണ് ഇതിലേട്ടാ. പിന്നെ കാണുന്നതൊക്കെ സട്ടല്. അതെന്താ പുറത്തൊരു വണ്ടി വന്നിക്കണത്? ഫണ്ടിൽ വന്നിട്ട് നിങ്ങളുടെ സാധനങ്ങൾ വന്നതാ? ലോഡ് വന്നത് സ്റ്റോക്ക് ഇറക്കാൻ ഡെയിലി സ്റ്റോക്ക് ആണ് നമുക്ക്. ഡെയിലി സ്റ്റോക്ക് ഡെയിലി ഓപ്പൺ. ഓക്കെ ഓക്കെ അതൊന്നും നോക്കിയാലോ? നമുക്ക് പോയിട്ട് വാ അതൊന്ന് തിരിഞ്ഞ് പോയി നോക്കിയിട്ട് വരാം നമുക്ക്. ലോഡ് എന്നിട്ട് അവിടെ കാര്യമായിട്ട് വണ്ടി വന്നിട്ടുണ്ടല്ലോ. അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവര്. ഇതിന് യൂണിയൻകാർ വരാണ്ട് ഇറക്കാൻ പറ്റില്ലല്ലോ? ഇറക്കാൻ പറ്റത്തില്ല. ഓ ഇത് നിങ്ങളുടെ പുതിയ സ്റ്റോക്ക് ആണോ? പുതിയ സ്റ്റോക്ക് ആണ്. ഡെയിലി സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഇവരൊക്കെ ഇറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. പക്ഷെ നിങ്ങൾക്കൊന്നും കാശ് കിട്ടില്ല. യൂണിയൻകാർക്ക് കാശ് കിട്ടുള്ളൂ. ലോഡ് വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് പുതിയ കളക്ഷൻസ് ഇഷ്ടം പോലെ. ഇത് അത്യാവശ്യം വലിയ വണ്ടിയാണ്. നിറയെ സ്റ്റോക്ക് ഉണ്ട് ഇതില്. അപ്പൊ എന്തായാലും ഇവര് സ്റ്റോക്ക് കാണാനോ ഇറക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. അത് കൂടാണ്ട് ഇവിടെ ഷർട്ടുകൾ ഇരിക്കുന്നത്. ഈ ഷർട്ടൊക്കെ നമ്മൾ കണ്ടില്ലല്ലേ ഈ ഫ്ലോറിൽ? இது இப்ப நம்ம கஸ்டமருக்கு ரெடி ஆகி வச்சிருக்கு. ரெடி ஆகி போகும். இனி ஹோட்டோ வந்து ஏற்றி கொண்டு போகும். ഇത് പൂവാളതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എവിടെ ഇരിക്കുന്നത്? ഷർട്ട് മുകളിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് അവരെ ഇറക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോ ബാക്കിയുള്ള കളക്ഷൻസ് കൂടി ഒന്ന് നമുക്ക് കാണിക്കാം. ഇത് കൂടാണ്ട് ഇത് കസ്റ്റമറിന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതോ ഈ കാണുന്നതൊക്കെയാ? ഇതൊക്കെ അതന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതും കുറെ പാക്ക് ചെയ്യാനുള്ളതും. ഇതിനൊക്കെ നല്ല ട്രെൻഡി കളക്ഷൻസ് ആണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോ തണുപ്പുള്ള കാര്യം കോട്ടൺസ് ഉണ്ട്. അങ്ങനെ പല മെറ്റീരിയൽസ് ഉണ്ട്. ഷർട്ടിന്റെ എന്തായാലും ഞാൻ കാണാൻ ഒരു ആകാംക്ഷയോട് കൂടെ അതേ വന്നല്ലോ നമ്മുടെ ചേട്ടന്മാരെ. നിങ്ങളില്ലാണ്ട് എന്ത് ഞങ്ങളുടെ മാർക്കറ്റ് ഇറക്കങ്ങോട്ട് പെട്ടത് ഒരായി പറഞ്ഞ ചേട്ടന്മാരെ എവിടെ വീഡിയോ എടുക്കണേ? ഒരു തലല്ലോടെ എടുക്കുമ്പോ എന്റെ ഒരു ഹായിന്ന് ഓട്ടാണ് അല്ലേ? ഇറങ്ങിക്കോ. അടിപൊളി. എന്തായാലും ചേട്ടന്മാരെ ഇറക്കട്ടെ. ചേട്ടന്മാരെ ഞാൻ ഹെൽപ്പ് ചെയ്താ നിങ്ങളുടെ ഒരു ഭാഗം എനിക്ക് തരുമോ? നടുവൊന്നും ഓടിയില്ല. അതൊക്കെ പ്രാക്ടീസ് ഉള്ളതാ. എന്തായാലും അടിപൊളി. ഇറക്കട്ടെ നല്ല രീതിയിൽ ഇറക്കട്ടെ. ഞാനും കൈ വെച്ചിട്ടുണ്ട് കേട്ടാ. പകുതിയിലേക്ക് വേണട്ടോ. അതേ ഇറക്കി. ചേട്ടാ ഓർത്ത് വെച്ചോട്ടാ പകുതി. എന്തായാലും അവരെ ഇറക്കട്ടെ. അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇതാണല്ലോ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ എന്തായിട്ട് ഇരിക്കുന്നത്? ഇവിടെ അണ്ടർ ഗാർമെന്റ്സ്, പിന്നെ കിഡ്സ് വെയർ ഉണ്ട്, തിരുപ്പൂർ ഐറ്റം ഉണ്ട്, ഷർട്ട്സ് ഉണ്ട്, ലുങ്കീസ് ഉണ്ട്, തോർത്തുണ്ട്, എല്ലാ ഐറ്റംസും. തിരുപ്പൂർ ഐറ്റംസ് തിരുപ്പൂർ ഐറ്റംസ് കിഡ്സ് ഐറ്റംസ് ക്വാളിറ്റി ഐറ്റം. തിരുപ്പൂർ ആണെങ്കിലും ക്വാളിറ്റി ഐറ്റംസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്താ അണ്ടർ സ്കേർട്ടിന്റെ എത്ര പാട്ടുണ്ട്? 7 8 പാട്ട്. 2 പാട്ട് വരുന്നുണ്ട്. പാനലിന്റെ ഇതാ പറയണത്. അതില് നമുക്ക് ഫ്രില്ലുള്ളത് വരുന്നുണ്ട്. ഇത് വേറെ ക്വാളിറ്റിയാ. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി അല്ലേ? 2-3 ക്വാളിറ്റി ഉണ്ട് അല്ലേ? 2-3 ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇത് കാണുന്നത് മൊത്തം അണ്ടർ സ്കേർട്ടിന്റെ സെക്ഷൻ ആണ് കേട്ടോ. ഈ ഇരിക്കുന്നത് പല കളേഴ്സും ഫ്രില്ല് വരുന്നതും ഫ്രില്ലില്ലാത്തതും അങ്ങനെയായിട്ടുള്ള മോഡൽസ് വരുന്നത്. ഇങ്ങനത്തെ മോഡലും ഉണ്ട്. ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയായിട്ട്. 8 പാർട്ട് ഉണ്ട്, 7 പാർട്ട് ഉണ്ട്. ഇത് 8 പാർട്ടാണ്, 7 പാർട്ട്. ഓക്കെ നല്ല ക്വാളിറ്റി ഐറ്റം ഇത് കേട്ടോ. അപ്പൊ അണ്ടർ സ്കേർട്ടിന്റെ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷൻ. ഇനിയിപ്പോ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് എന്താ വരുന്നത്? കാവി ഐറ്റംസ്. ഇത് കോട്ടണില് വരുന്നുണ്ട്. കൈലി, കാവി, കള്ളിമുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ കളേഴ്സ് കായുണ്ട്. ഇപ്പൊ ഇതിലെടുക്കുമ്പോ നമുക്ക് എത്ര പീസ് എടുക്കണം? ഇപ്പൊ ഈ ഫുൾ കെട്ട് എടുക്കണം. ഈ ഫുൾ കെട്ട് എന്ന് പറയുമ്പോ എത്ര കളേഴ്സ് ഉണ്ട്? 5 കളേഴ്സ്. അപ്പൊ ഈ ഇരിക്കുന്ന ലൂസ് ആയിട്ട് ഇരിക്കണതാ? അത് ലൂസ് ആയിട്ട് കിട്ടും കാവി. അത് കുഴപ്പമില്ല. അപ്പൊ ഈ കെട്ടിരിക്കണത് കെട്ടായിട്ട് കിട്ടും. അങ്ങനെ മാറ്റി രണ്ടും 2 ഡിഫറെന്റ് ബ്രാൻഡിന്റെ ആണല്ലേ? ഓക്കെ. ഇത് പല ബ്രാൻഡ്സിന്റെ ആയതുകൊണ്ട് അങ്ങനെ എടുക്കണം. കളർ കായുണ്ട്, ലൈറ്റ് കളേഴ്സ് കായുണ്ട് അവൈലബിൾ.
ഇതൊരു ഡിഫറെന്റ് കെട്ടില് വരുന്നത്. ഇതിന്റെ എത്ര പീസ്? 5 പീസ്. ഇതൊരു 5 പീസ്. അതിലെ ഡാർക്ക് കളേഴ്സ് പല ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട്. അപ്പൊ കൈലി, കാവി, കള്ളിമുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇതും അതിൽ പെട്ടത് തന്നെയാ? ഇത് കളറില് അല്ലേ? പ്രേമം കാവി എന്ത് പ്രേമം കാവി? ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, പ്രേമം കാവി. അപ്പൊ ആയിരിക്കണതിനേക്കാളും ക്വാളിറ്റി കൂടിയതാ? കുറഞ്ഞത്. പ്രേമം കാവിക്ക് പ്രേമത്തിന് ക്വാളിറ്റി കുറവാണ്. ഈ കളേഴ്സ് ഒന്നും നോക്കാതെ ഇത് കണ്ടത് മൊത്തം അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. അതിന്റെ പാക്കിംഗ് സെക്ഷൻ ഇരിക്കണത് മൊത്തം തന്നെ കേട്ടോ. അതെ, ഇവിടെ ഇരിക്കണത് മൊത്തം ഇങ്ങനെ കെട്ടായിട്ടും കിട്ടും. ഓക്കെ. അപ്പൊ കൂടുതൽ വേണ്ടവർക്ക് ഇങ്ങനെ 25 കളേഴ്സിന്റെ ഒരു കെട്ടായിട്ട്. മറ്റത് കാണിച്ചത് അത് ലൂസായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് പറഞ്ഞോ. ഇത് കിഡ്സ് വെയറാണ്. ഗേൾസിന്റെ കിഡ്സ് ടീഷർട്ട് ആണ്. ഓക്കെ. അതിൽ എത്ര പീസ്? 5-6 പീസ്? അതിൽ 10 പീസ്. ഓൺലി 10 പീസ്. 10 പീസ്. ഇത് സ്റ്റാർട്ടിംഗ് എസ്. ഇത് എസ് മുതൽ XXL വരെ ഉണ്ട് സൈസ്. എസ് ആവുമ്പോൾ എസ് 10 പീസ് കിട്ടും. എല്ലാവുമ്പോൾ എൽ 10 പീസ്. അങ്ങനെ 10 പീസ്. 10 പീസ് അതിന്റെ ഒരു കെട്ടാണ്. ഇപ്പൊ ഈ കണ്ണ കെട്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കെട്ടായിട്ട് തന്നെ 10 പീസിന്റെ എടുക്കാം. ഈ കണ്ണ് ഗേൾസിന്റെ സെക്ഷൻ. ബോയ്സിന്റെ വരുന്നുണ്ടോ നമുക്ക്? ബോയ്സിന്റെ ഉണ്ട്. ബോയ്സിന്റെ ഇപ്പുറത്തെ സെക്ഷനാ. ഓക്കെ. ബോയ്സിന്റെ ഈ സൈഡ് അല്ലേ? ഈ സൈഡാണ്. അതും ഇതുപോലെ തന്നെ റോളായിട്ട് തന്നെ. റോളായിട്ട് പല സൈസ് ഉണ്ട്. ഇത് 3-4 സൈസ് നമ്പർ. ഓക്കെ. അതും സൈസസ് ഒക്കെ നമുക്ക് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ കിട്ടും. 3 വയസ്സ് മുതൽ 16 സൈസ് വരെ കിട്ടും. ഇനിയിപ്പോ ഈ ഒരു കെട്ടില് നമുക്ക് എത്ര സൈസ് ആയിരിക്കണേ? 3 വയസ്സ് 4 വയസ്സ്. 3 വയസ്സ് 4 വയസ്സും 3 വയസ്സിന്റെയും രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഒരു കെട്ടിലിരിക്കുന്നത്. ഓക്കെ. ഇതിന്റെ വലിയ സൈസ്. പൊളിച്ചു. അപ്പൊ ഇതിലായാലും ഒരു കെട്ടില് 2 സൈസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇത് ഈ ഒരു പാക്കിംഗ് എന്ന് പറയുമ്പോ ഇത് 10 പീസിന്റെ സ്ലീവ്ലെസ് വരുന്നത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ തിരുപ്പൂരായാലും ക്വാളിറ്റി ഐറ്റംസ്. സ്ലീവ്ലെസ് അതിലെ കൈ ഉള്ളതുണ്ട്. നല്ല കൈയുള്ളതും കൈയില്ലാത്തതായിട്ടല്ലേ? അപ്പൊ എടുക്കുമ്പോ കെട്ടായിട്ട് തന്നെ എടുക്കാം. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇത് ഒരു കെട്ടിനകത്ത് ഒരു സൈസേ കാണത്തുള്ളൂ. ഇങ്ങനത്തെ പാക്കിംഗ്. മറ്റേതാകുമ്പോ 2 പാക്കിംഗ്. 10 കളറായാലും ഡിഫറെന്റ് കളർ അല്ലേ വരുന്നത്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല. അതിലെ ഗേൾസിന്റെ ഒരു ഫ്രാക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ന്യൂ ട്രെൻഡ് ആണ്. ഇങ്ങോട്ട് തിരിഞ്ഞോ. ഫ്രോക്ക് ഐറ്റംസ് വീട്ടിലിടാൻ പറ്റിയിട്ടുള്ളത്. പുറത്തിടാം. അത് പുറത്തേക്ക് ഇടാം കേട്ടോ. നല്ല ഐറ്റമാണ്. ക്വാളിറ്റി ഐറ്റം കുട്ടികൾക്ക്. ഇതിലെ 2 സൈസ് 1 to 2, 3 to 2 to 3, 4 to 5, 5 to 6, 7 to 8, 8 to 9 അങ്ങനെ. കവറിനകത്ത് 2 സൈസ് കാണും. ഓക്കെ. അങ്ങനെയാണ് സൈസസ് വരുന്നത്. 2 വയസ്സ് മുതൽ 3 വയസ്സ് അങ്ങനെ. ഇത് കാണുന്നത് ഫ്രോക്കിന്റെ സെക്ഷൻ ആണ് കേട്ടോ. പല വലിയ പിള്ളേർക്കുള്ളത് ചെറിയ പിള്ളേർക്കുള്ളത് ഉണ്ട്. ഇത് വലിയൊരു ടീഷർട്ട് ആണ്. ഒന്ന് എടുത്ത എന്തായാലും ഇവിടെ ഉള്ളതൊക്കെ കണ്ടിട്ടൊക്കെ പോവാ നമുക്ക്. ഇതിന്റെ ടീഷർട്ട് എസ് സൈസ് ആണ് സ്റ്റാർട്ടിങ്. എസ് ആകുമ്പോ എസ് സൈസ് 10 പീസ് വരും ഇത്. പക്ഷെ ഇതൊക്കെ നല്ല എന്താ പറയാ, നമ്മള് തിരുപ്പൂര് പോയിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ട ക്വാളിറ്റി കിട്ടാറുണ്ട്. പക്ഷെ ഇതല്ല, നല്ല ക്വാളിറ്റി ലൈറ്റ് കേട്ടോ കിട്ടുന്നത്. ഇത് നല്ല ഇത് കാണുന്നത് മൊത്തം അതിന്റെ 5XL സൈസ് വരെയുള്ള ടീഷർട്ട്. അപ്പൊ അവൈലബിൾ. അപ്പൊ 5XL സൈസ് വരെയുള്ള ടീഷർട്ട് ഉണ്ട് കേട്ടോ അവിടെ. മാക്സിമം തിരുപ്പൂർ റേറ്റ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അതിലെ ക്യാപ്രി, അതിലെ 3/4 ഉണ്ട് അതിന്റെ. ഓക്കെ. അതിന്റെ 3/4 സ്റ്റാർട്ടിങ് L സൈസ് ആണ്. നല്ല ക്വാളിറ്റി. L, XL, XXL, XXL വരെ ഉണ്ട്. ആ സൈസ് 5XL വരെ ഉണ്ട്. അപ്പൊ കുട്ടികളുടെ മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കണം. വലിയവർക്കുള്ളത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഉണ്ട്. വലിയവരുടെ ഉണ്ട്. വലിയവരുടെ ഫുൾ പാന്റ് ഉണ്ട്. വലിയവർക്കുള്ള ഫുൾ പാന്റ് വീട്ടിലിടാൻ പറ്റിയിട്ടില്ല. പക്ഷെ വീട്ടിലിടായാലും നമുക്ക് ഈ പുറത്തൊക്കെ നൈറ്റ് വാക്കിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള നൈറ്റ് ഡ്രസ്, നൈറ്റ് വാക്കിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുറത്തേക്ക് വലിയ സൈസ് ഉണ്ട്. 5XL വരെ ഉണ്ട്. 5XL സൈസ് വരെ. 5XL സൈസ് വരെ പാന്റ്. അതെന്തായാലും ഒന്ന് കാണണം. നല്ല വലിപ്പമുണ്ടല്ലോ. നല്ല സൈസ്. 5XL സൈസിന്റെ പാന്റ് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല സൈസ് കാണും. അത് ഇട്ട് വരുമ്പോ നല്ല 5 കളേഴ്സ് വരും. 5 കളേഴ്സ്. പക്ഷെ ഡിഫറെന്റ് പ്രിന്റ് ആണ് വരുന്നത് അല്ലെ? 5 ഡിഫറെന്റ് പ്രിന്റ് ആണ്. സൈസ് മാത്രം ഒരു സൈസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ കൊച്ചു പിള്ളേർക്ക്
ചെറിയ കുട്ടികളുടെ അല്ലേ? പാന്റ് മാത്രം പാന്റ് മാത്രം, ഷർട്ട് മാത്രമാണ് ഷർട്ട്, രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. സെറ്റ് ആയിട്ടില്ല, സെപ്പറേറ്റ്. ഓക്കെ. ആ വെൽക്രോ ധോത്തീസ് കേട്ടോ. ഇത് നോർമൽ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ഐറ്റം തന്നെ. അതും ഇവിടെ ഇപ്പൊ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ 0 സൈസ് 1 സൈസ് മുതൽ 12 സൈസ് വരെ അവൈലബിൾ ആണ്. ഓക്കെ. ജീൻസിന്റെ സെക്ഷനിലേക്ക് വരാണെങ്കിൽ പിന്നെ കിഡ്സ് ആണ്. കിഡ്സിന്റെ ഫുൾ ജീൻസുകൾ അപ്പുറത്തായിട്ട് ഞങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് പോവാണ്. ജീൻസിന്റെ ഇപ്പൊ എങ്ങനെയാ സൈസസ്? 32 സൈസ് വരെ ലാസ്റ്റ്. അതില് കാർഗോ പിന്നെ എല്ലാ മോഡൽസ് ഉണ്ട്. സൈസ് ഇത് ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ പെൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികൾക്കും ഉണ്ട്. പെൺകുട്ടികൾക്ക് അതാ ഞാൻ ചോദിച്ചത്. ഇവിടെ ബെൽറ്റ് ഒക്കെ കണ്ടു. ഇതുപോലത്തെ ബെൽറ്റ് ഒക്കെ കണ്ടു. അത് കാരണം ഞാൻ എടുത്തു ചോദിച്ചത് പെൺകുട്ടികൾക്ക് മാത്രം. അതിന്റെ സോക്സ് ഉണ്ട്. ഓ അതുകൊണ്ട് അവൈലബിൾ. ഷോർട്സ് ഇട്ട് എന്ത് രസമായിരിക്കും. ചെറിയ കുട്ടി ഇടുമ്പോ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അതിന്റെ കുട്ടികളുടെ ബാഗി ഉണ്ട്. ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ട്. ഇത് ഏതാ സൈസ് വരുന്നത്? അത് 22 to 32. വലിയ സൈസ് ആയിരിക്കും ഉള്ളതുണ്ട്. വലിയ സൈസ് ഉണ്ട്. ഓക്കെ. കാർഗോളെ ലൈറ്റ് കളർ റിബ് ഉള്ളത് കേട്ടോ. ഡിസൈൻ വരും. 6 പാക്കറ്റ് ഉണ്ട്. ഇത് സ്ട്രേറ്റാ? ആമാ സ്ട്രേറ്റ്. കളേഴ്സ് നോക്കണ്ട കേട്ടോ. നമ്മൾ കളേഴ്സ് എല്ലാതും ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം ഇവിടെ ഈ കാണുന്നത് മൊത്തം നമുക്ക് ജീൻസിന്റെ കളക്ഷൻസ് വരുന്നത് പെൺകുട്ടികളുടെ. അത് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് എല്ലാതും അവൈലബിൾ ആണ്. ഇതാണ് ബിഗ് സൈസ്. ഇത് 40 സൈസ് വരെ ലാസ്റ്റ് അല്ലേ? ഓക്കെ. കാർഗോ ഉണ്ട്, ബാഗി ഉണ്ട്. ഓക്കെ. അപ്പൊ ജീൻസിന്റെ സെക്ഷൻ ആണ് ഈ കാണുന്നതും ഫുൾ. ഇവിടെ നിന്ന് ഫുൾ അതാ പാക്കറ്റ് മിസ് ആയി പോവാണ്ടിരിക്കാൻ വേണ്ടി കറക്റ്റ് അതിൽ അങ്ങനെ തന്നെ വെച്ചിങ്ങനെ. പിന്നെ ഡബിൾ ഐറ്റംസ് ഉണ്ട്. ഡബിൾ ഐറ്റംസ് നമ്മൾ ക്വാളിറ്റി ഐറ്റം ഉള്ളി അവിടെ ഓപ്പൺ ചെയ്തതുണ്ട്. ഓക്കെ. ഹാർഷല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ചിലതിൽ ഇങ്ങനെ പിടിക്കുമ്പോ പറവറാന്ന് അങ്ങനെ ഫീലിംഗ് വരും. ഇതിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ ഹാൻഡ് കർച്ചീഫ് തൊട്ട് അങ്ങനെ ഇന്നർ വെയർ ഐറ്റംസ്, കർച്ചീഫ് അത് ഇതെല്ലാം. ഓ എല്ലാ ഐറ്റം ഉണ്ടല്ലേ? അപ്പൊ സാരി മാത്രം ഇല്ല. സാരി പിന്നെ മെൻസിന്റെ പാന്റ് അങ്ങനത്തെ ഐറ്റംസ് ഇല്ല. ബാക്കി നമുക്ക് എല്ലാം പെട്ടെന്ന് എത്തി ഓടാവുന്ന സംഭവങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ചെറുതും വലുതായിട്ടുള്ള സംഭവങ്ങള് എന്തായിട്ടാ? 3/4 ബോയ്സിന്റെ അവൈലബിൾ 3 സൈസ് S, M, L. ഇതൊക്കെ ഇരിക്കുന്നത് എന്താ? അത് മറ്റേ ജെന്റ്സിന്റെ ട്രാക്ക് പാന്റ്. ഓ സോക്സ്. ഷോർട്സും വരുന്നുണ്ട്, പാന്റ്സ് ഉണ്ട്. ഇതിന്റെ സൈസ് ലാസ്റ്റ് എത്ര വരും? ഇതിലെ സൈസ് XL, 4XL. ലാസ്റ്റ് സൈസ് 4XL. ഓക്കെ. പിന്നെ അതിന്റെ പാന്റ് ഉണ്ട്. ഇതൊക്കെ മെറ്റീരിയൽ വൈസ് എന്ത് മെറ്റീരിയൽ പറയാ നിങ്ങളുടെ ഭാഷയില്? ലൈലാൻ മെറ്റീരിയൽ. ലൂഫ്നെറ്റ്. ലൂഫ്നെറ്റ് പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ വരുന്നത് കേട്ടോ. പിന്നെ ബൈജി മെറ്റീരിയൽ. അപ്പൊ ട്രാക്ക് പാൻസ് വരുന്നുണ്ട്. അതുപോലെ വലിയൊരു കളർ ട്രാക്ക് പാൻസ്. ഇത് അവിടെ തന്നെ കവറിൽ തന്നെ വെക്കണോ അല്ല, അല്ലെങ്കിൽ മിസ്സായി പോകും. ഓക്കെ. അടുത്തത് അത് ഓപ്പൺ ചെയ്തോ. നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നതണ്ടേ. ഓ ബോക്സ് പൊട്ടിക്കണ്ട. ഓ നല്ല കളക്ഷൻ ആണ്. സെറ്റ് ആയിട്ടുള്ളത്. ഓ 16, 18, 20 ഉണ്ട്. 22, 24, 26 ഉണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടാട്ടോ. ഇത് സീരിയസ്ലി ക്വാളിറ്റിയുള്ള ഐറ്റം. നല്ല നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആട്ടോ. പിടിക്കുമ്പോ തന്നെ അതെ കുട്ടികളുടെ ആയാലും നല്ല. ഇത് ഇപ്പൊ ഈ 3 പീസാണോ ഒരു ബോക്സിൽ? ഒരു ബോക്സിൽ 3 പീസ് 3 സൈസ് ഉണ്ട്. ഇത് സെയിം കളറില് ഡിഫറെന്റ് 3 സൈസസ് അങ്ങനെ. ഇപ്പൊ സൈസസ് ആണ് ഡിഫറെന്റ്. 3 പീസ് എടുക്കണം. ഓ ഇങ്ങനെ കേട്ടോ. ഫ്രണ്ട് അതുപോലെ തന്നെ ബാക്കിൽ പ്രിന്റ് വരുന്നുണ്ട്. കുട്ടികളുടെ കളക്ഷൻ. കുട്ടികളുടെ നമുക്ക് സൈസസ് എങ്ങനെയാ വരുന്നത് ഇതില്? 16, 16, 18, 20 അങ്ങനെ 22, 24, 26. അങ്ങനെ 3 പാക്കിംഗ് വരുന്നത്. ഓക്കെ. ഇതില് ഇങ്ങനെ കേട്ടോ. അപ്പൊ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് മാത്രമല്ല. ഇതിപ്പോ അടിയിൽ ജീൻസിന്റെ വരും, കോട്ടന്റെ വരും. പിന്നെ ജീൻസിന്റെ തന്നെ കളർ വ്യത്യാസമായിട്ടുള്ളത് വരുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സ്. ഇതാണ് ഡെയിലി അവൈലബിൾ ആണ്. ഈ ബോക്സ് പാക്കിംഗ് എല്ലാത്തിലും ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ?
ഫാൻസി ഐറ്റംസ്. വാവ്, അടിപൊളി. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് ഒക്കെ ആട്ടോ ഇത് കാണുന്നത് മൊത്തം. അതിൽ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. അപ്പൊ ബോയ്സിന്റെ കളക്ഷൻ ഇങ്ങനെ, പാൻസിന്റെ ജീൻസ് വരുമ്പോ പെൺകുട്ടികൾക്ക് മാത്രം. പിന്നെ അതാ ഇപ്പഴത്തെ നോക്കുകയാണെങ്കിൽ മൊത്തം തോർത്തുകള്. തോർത്ത് വരുമ്പോ നമുക്ക് എത്ര ഡബിൾ വലി ഉണ്ട്, സിംഗിൾ വലി, ഡബിൾ നൂലും ഉണ്ട്. ഇങ്ങട് ഇത് ഡബിൾ നൂലാണ്. അപ്പൊ ഇത് എടുക്കുമ്പോ എങ്ങനെ എടുക്കണം നമുക്ക്? എത്ര പീസാ? 4 പീസിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത്. 4 മടി, അതാ ചോദിച്ചത്. 1 മടി എന്ന് പറയുമ്പോ 4 പീസ്. റോളാണ്. നമ്മളത് കട്ട് ചെയ്തിട്ട് കടക്കാരൊക്കെ ചെയ്യുമ്പോ സാധാരണ ഒരു തോർത്തെന്ന് പറഞ്ഞിട്ട് പറയുമ്പോ അവർ കട്ട് ചെയ്ത്, ഇവർ കട്ട് ചെയ്യില്ല. ഇവര് ഫുൾ ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ മടി എന്ന് പറയുമ്പോ അതില് 4 മടി ഉണ്ടാവും, 4 പീസ് ഉണ്ടാവും. മൊത്തമായിട്ട് ഇങ്ങനെ എടുക്കും. ഇത് 40 മടി, ഒരു കെട്ടിനകത്ത് 40 മടി ഉണ്ടാവും. ഇത് ഈ കെട്ട പറയണത് 40 മടിയുടെ. പിന്നെ ഇത് നല്ല ക്വാളിറ്റിയാണ് ഈ സംഭവം. ഇത് മറ്റേ കൈത്തരിയാണ്. കൈത്തരി പറയുമ്പോ നല്ല സാധനം. തുണി നോക്കുമ്പോ ഒന്നുകൂടിയും നല്ല സോഫ്റ്റ്, നല്ല തുടുതുട വേണമ്മ എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ റേറ്റ് ഇതിനേക്കാളും കുറച്ചുകൂടി കൂടും. കുറച്ച് കൂടും. അത് നോർമൽ അങ്ങനെയാണല്ലോ. എന്തിനായാലും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോഴത്തെ സെക്ഷനിൽ ഈ കാണുന്നത് മൊത്തം ദുപ്പട്ടാസ് ആട്ടോ. ദുപ്പട്ടാസിന്റെ അതെല്ലാം തരം ദുപ്പട്ടാസ് ഉണ്ട്. നോർമൽ അത് ഇതില് എത്ര പീസ് ഉണ്ടാവും? 6 പീസിന്റെ. ഇത് ജസ്റ്റ് ഹിന്റ് ഇങ്ങനെ. ഇതില് കളേഴ്സ് ഈ കാണുന്നത് മൊത്തം കളേഴ്സ് ആണ് കേട്ടോ. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതല്ലാത്ത നോർമൽ അല്ലാത്തതും വരുന്നുണ്ട് നമുക്ക്. ദുപ്പട്ടാസ്, പിന്നെ ഷോൾ, മഫ്ത ഇതൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യണില്ല, ഞാനിങ്ങനെ ഉണ്ടെന്ന് കാണിക്കുന്നുള്ളൂ. കാരണം ഫ്രഷ് പീസ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നില്ല. നെറ്റ് ഷോൾ കേട്ടോ. അപ്പൊ ഷോളിന്റെ എന്ന് പറയുമ്പോ ഒരുവിധം എല്ലാ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളത് അവര് വന്ന് നോക്കിക്കോട്ടെ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇത് എന്താ കാണുന്നത് ഐറ്റം? അതിലെ ഇതൊക്കെ ബ്രാൻഡ്സ് വരുന്നതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തോ, വി മാക്സ്. ഇതില് സൈസസ് നമുക്ക് എല്ലാം സൈസസ് അവൈലബിൾ ആണ്. അങ്ങനെ. അപ്പൊ അതിന്റെ സ്റ്റിച്ച് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ. ഒരെണ്ണം ഒന്നും എടുത്ത് കാണിച്ചോ, ഒരെണ്ണം മാത്രം മതി. അല്ലാതെ എന്തായാലും കാണിക്കണ്ട, ഒരെണ്ണം. എടുക്കുമ്പോ അതിൽ എത്ര പീസ് ഉണ്ടാവും? ഇതില് 10 പീസ് കാണും. ബോക്സ് ഇങ്ങനെയായിരിക്കും. ഇതിൽ ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. സൈസ് വരുമ്പോ ഒരൊറ്റ സൈസ്, ഡിഫറെന്റ് കളർ. ഇതായിരിക്കും ഇതിന്റെ. ഇത് ഞാൻ ഓപ്പൺ ചെയ്യണില്ല, കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഫ്രഷ് പീസ് പോവാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ സൈസസും കാര്യങ്ങളും, അതുപോലെ സ്പോർട്സ് വരുന്നുണ്ട്, റൗണ്ട് സ്റ്റിച്ച്, അത് ഇത് നമുക്ക് പറഞ്ഞ എല്ലാ തരം സ്റ്റിച്ചുകൾ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കോട്ടൺ നോർമൽ നമ്മള് റൗണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്നില്ലേ, ആ റൗണ്ട് സ്റ്റിച്ച് കളർ ഉള്ളത് കേട്ടോ. പൂജയുടെ കുറവിന് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ ഒരു ഇത് ക്വാളിറ്റി കൂടിയതാ. അപ്പൊ മറ്റേ ബ്രാൻഡിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ സൈസ് ഉണ്ടാവും, നല്ല സൈസ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പൊ എടുക്കുമ്പോ ഈ ഫുള്ള് കെട്ട് ഇങ്ങനെ എടുക്കണം അല്ലെ? ഓക്കെ. 10 പീസിന്റെ ഒരു സെറ്റ് ആണ്. പിന്നെ ഇത് പാന്റീസും വരുന്നുണ്ട്. പാന്റീസിലൊക്കെ ഏതൊക്കെ സൈസ്? ഇത് കമ്പനി വരുന്നത് ഈസ തിരുപ്പൂർ ആയിട്ടാണ് കേട്ടോ. തിരുപ്പൂരില് ഈസ എന്ന് പറയുമ്പോ ഫേമസ് ആണ്, നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഈസ എന്ന് പറയുന്നത്. ഇന്ത്യ മുഴുവതും നല്ല കമ്പനി ബ്രാൻഡാണ് ഈസ എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പാന്റീസ് ഉണ്ട്, സിമ്മീസ് ഉണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. സ്പെഗറ്റി അങ്ങനത്തെ എല്ലാം ഈസ ബ്രാൻഡിൽ തന്നെ നല്ല ഒരു കളക്ഷൻസ് അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആണുങ്ങളുടെ ഷർട്ട് അല്ലേ? ഈ ഷർട്ട് എന്ന് പറയുമ്പോ പാർട്ടി വെയർ അങ്ങനത്തെ ഉണ്ടോ? അല്ലെങ്കിൽ നേരത്തെ നമ്മൾ താഴത്ത് കണ്ടില്ലേ ഷർട്ട്? അതൊക്കെ പിള്ളേർക്ക് ചെത്താൻ പറ്റിയിട്ടുള്ള ഷർട്ട് അല്ലാത്തത് ഉണ്ടോ? വലിയവർക്ക് മാത്രമേ ഉള്ളൂ. വലിയവർക്കുള്ളത്. വലിയവർക്ക് പറയുമ്പോ എത്ര സൈസ്? 38, 40, 42, 44. അങ്ങനെയാണ് സൈസ്. പ്ലെയിൻ, ചെക്ക്, പ്രിന്റ്, മൂന്ന് അവൈലബിൾ. ഇനിയിപ്പോ ഇതില് നമുക്ക് എത്ര സൈസ് എടുക്കണം? എങ്ങനെയാണ് കച്ചവടക്കാർ ഇപ്പൊ എടുത്തു പോവാണെങ്കിൽ? അങ്ങനെ സിംഗിൾ എടുത്തുകളാം, കുഴപ്പമില്ല. മറ്റേതൊക്കെ എടുക്കുമ്പോ അതിന്റെ കൂടെ മിക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഇതിപ്പോ ഒരു നോർമൽ ഓണം എന്നുള്ള ബേസിൽ ആ ഒരു കളർ പുറത്തേക്ക് എടുത്തു മാത്രം. അല്ലാണ്ട് ഇവിടെ ഇതുപോലെ കളേഴ്സ് ഈ കാണുന്നത് മൊത്തം അതിന്റെ കളേഴ്സും പ്രിന്റ്സും ആയിട്ട് പല രീതിയിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഷർട്ടിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. ഷർട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയല്ല, നമുക്ക് ഓപ്പണായിട്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമറിനെ ഒന്ന് കാണിച്ചോട്ടെ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വരട്ടെ ഞാൻ അങ്ങോട്ട്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ, ഒരു ചെറിയൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്.
എന്താ സംഭവം എന്നൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം എന്നല്ലേ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ലൈഫ് വിത്ത് ഷെൽമി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഇവരെ കടേനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾ ഇവിടെ സ്ഥിരം വരുന്നതാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ? അത് ചോദിക്കട്ടെ, ഞാൻ ക്യാമറ തിരിച്ചോട്ടെ. അത് ചോദിക്കാണ്ട് നമുക്ക് അനുവാദം മേടിക്കാണ്ട് കാണിക്കാനും പാടില്ല. ചേട്ടാ ഇവിടെ സ്ഥിരം വരുന്നതാണോ, എങ്ങനെയാ? വരാറ്. എവിടെയാ നിങ്ങളുടെ ശരിക്കും കട എവിടെയാ? അത് ഈ ട്രിവാൻഡ്രം തന്നെയാ? അതെ, എനിക്കറിയില്ല, ഞാൻ ഇവിടുത്തെ കാര്യമല്ല, അതുകൊണ്ടാ ചോദിച്ചാ. നമുക്ക് എങ്ങനെയാ, ക്വാളിറ്റി ഉള്ള ഐറ്റം ആണോ അതേപോലെ റേറ്റ്? കുഴപ്പമൊന്നുമില്ല, റേറ്റ് കുഴപ്പമില്ല. ആ, നമുക്ക് ഇഷ്ടപ്പെട്ടു. വന്ന വർഷം തന്നെ ആദ്യം, ഇപ്പൊ തന്നെ വന്നോളൂ, വന്ന വർഷം തന്നെ ആദ്യം ഓടിയെടുത്തത് ഈ കുട്ടികളുടെ ഈ നിലത്ത് കിടക്കണ സംഭവം കേട്ടോ. നമ്മള് നോക്കി നമ്മള് നോക്കി വെച്ച ഐറ്റം ആണ് കേട്ടോ. അപ്പൊ മെയിൻ നിങ്ങളുടെ കടയിൽ എന്താ ഐറ്റം ഇരിക്കുന്നത്? നമ്മളെ എല്ലാ ഐറ്റവും ഉണ്ട്, എല്ലാ കംപ്ലീറ്റ് ഫാമിലി ആയിട്ട്. മാന്യമായിട്ടുള്ള ഒരു ചെറിയ കട. ചെറിയ കട എല്ലാവരും പറയുമ്പോ അങ്ങനെ പറയാം, നമ്മളൊരു കൊച്ചു മുതലാളിയാണ് അല്ലെ? അങ്ങനെയല്ല സത്യാവസ്ഥ. അങ്ങനെ ഞങ്ങൾ പറയില്ല, അത് നിങ്ങൾ പറയണം അല്ല. എന്താ പേര്? എന്റെ പേര് അനിരുദ്ധൻ. അനിരുദ്ധൻ. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അപ്പൊ ഇവരെ ഒന്ന് കാണിച്ചോളൂ, നമ്മുടെ കൂടെ നമ്മുടെ ആളുവാ. ഇനി ബാക്കിയുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഇനി കിഡ്സ് ഫ്രാക്ക് ഉണ്ട്. നല്ല ബർത്ത്ഡേ ഫ്രാക്കാണ് കിഡ്സിന്റെ. ബർത്ത്ഡേ ഫ്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏത് സൈസ് തൊട്ട് 16, 18, 20, 22 അങ്ങനെ. അപ്പൊ ഇത് ഫുൾ ആ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. കുട്ടികളുടെ കളക്ഷനാണ് വരുന്നത്. അതില് 4 പീസിന്റെ ഈ ഒരു കെട്ട് ഇങ്ങനെ എടുക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നോക്കുക, ഇത് കൈയോടെ ഇങ്ങനെ കൊണ്ടുപോകാം, അങ്ങനെയുള്ള. ഇനി ഇതൊക്കെ കൈയോടെ കൊണ്ടുപോകണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇനിയിപ്പോ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം SP ഫോർട്ട് ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ മഹാ ചിപ്സിന്റെ രണ്ടിന്റെയും സെന്ററിലായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഒന്നുകൂടി ഈസി ആയിട്ട് എളുപ്പമായിട്ട് പറയാണ്, പത്മനാഭൻ ക്ഷേത്രത്തിന്റെ 2 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പത്മനാഭന്റെ മണ്ണിൽ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ഹോൾസെയിൽ ഷോപ്പ്, ആദ്യത്തെ ഇവരുടെ ഹോൾസെയിൽ അല്ല, വീണ്ടും പറയാതെ കേട്ടിട്ട് അധികം ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഹോൾസെയിൽ ഷോപ്പാണ് ട്രിവാൻഡ്രത്ത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, എല്ലാം കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഈ സൈഡിൽ ഒന്നും കാണിച്ചില്ലല്ലോ, ഇത് നോർമൽ തോർത്തല്ലേ? അതും കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ വെള്ള തോർത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അതല്ലാത്ത ഇവിടെ കളർ തോർത്തുകളും വരുന്നുണ്ട്. ഇതൊക്കെ സെയിം ആ ഒരു 4 മടുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. എന്താ പറയാ, നമുക്ക് കച്ചവടമൊക്കെ നടത്തി പോകാൻ പറ്റിയിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രം ശബരി ഹോൾസെയിൽ, ശബരി ടെക്സ്റ്റൈൽസ് എന്നല്ലേ കടയുടെ പേര്? ശബരി ടെക്സ്റ്റൈൽസ് എന്ന്. ഇവര് ശബരി ഹോൾസെയിൽ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഹോൾസെയിൽ ഉള്ളിട്ട് ഹോൾസെയിൽ മാത്രം. അപ്പൊ അവരൊക്കെ ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോ അതിന്റെ തിരക്കിലാണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.